إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂസുഫ് നബിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അല്ലെങ്കിൽ യൂസുഫ് നബിയുടെ കുടുംബം നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ, അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. സൂറത്ത് യൂസുഫ് വായിച്ചു കഴിഞ്ഞാൽ യൂസുഫ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ യൂസുഫ് നബിയുടെ കഥയെക്കുറിച്ച് പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഏറ്റവും അഹ്സനായിട്ടുള്ള, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കഥകളിലെ ഏറ്റവും നല്ല കഥയെ നാം പ്രവാചകരെ താങ്കൾക്ക് പറഞ്ഞു തരുന്നു, കഥ വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഖാല യൂസുഫു ലി അബീഹി എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാര്യം പറയുന്നത്. യൂസുഫ് നബിയുടെ ചരിത്രം പിന്നീട് പറയുന്നത് അത് അഹ്സനുൽ ഖസസ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഇഹ്സാനോടുകൂടിയുള്ള കഥ എന്നാണ്. അപ്പൊ ആ കഥയിൽ ഓരോ ആയത്തുകൾക്കിടയിലുമുള്ള ഓരോ പദങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം പാഠങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് യൂസുഫ് നബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവുമായി താരതമ്യം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുടുംബം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടുംബത്തെക്കുറിച്ചുള്ള വിചാരം നമ്മളെ മനസ്സിലേക്ക് വരും. എന്തിനാണിപ്പോ യൂസുഫ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? യൂസുഫ് നബിയുടെ സഹോദരന്മാരുടെ കഥ അതിൽ പറയുന്നുണ്ട്. യൂസുഫ് നബി വലിയ അധികാരിയായി ആ സഹോദരന്മാർ യൂസുഫ് നബിയുടെ അടുത്തേക്ക് വരുന്ന രംഗം അതിൽ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബിയുടെ പിതാവ് യാക്കൂബ് നബിയുടെ യൂസുഫ് നബിയോടുള്ള ബന്ധവും, അതുപോലെ തന്നെ യൂസുഫ് നബിയെ പൊട്ടക്കണത്തിലിട്ട യൂസുഫ് നബിയുടെ സഹോദരന്മാർ അഥവാ യാക്കൂബ് നബിയുടെ മറ്റു മക്കളോടുള്ള യാക്കൂബ് നബിയുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സഹോദരങ്ങൾ ആണ് യൂസുഫ് നബിയെ അത്രയും വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്. ഏതെങ്കിലും പുറത്തുള്ള ആളുകളല്ല സഹോദരനെ ദുരന്തത്തിലാക്കിയിട്ടുള്ളത്.
ഏറ്റവും അടുത്ത രക്തബന്ധുക്കളാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഉപദ്രവിച്ച ജ്യേഷ്ഠന്മാരോട് യൂസുഫ് നബി അവസാനം എല്ലാവിധ അധികാരവും കിട്ടിയിട്ട് ഈ സഹോദരന്മാരോട് എങ്ങനെയാണ് യൂസുഫ് നബി പെരുമാറിയത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോ പ്രതികാരമില്ല പറഞ്ഞാല്, ആ പ്രതികാരമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ്യം, യൂസുഫ് നബി അവിടെ സഹോദരങ്ങളോടൊന്നും പണ്ട് പൊട്ടക്കിണറ്റിലിട്ടതോ അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങളോ ഒന്നും വിശദീകരിക്കുന്നൊന്നുമില്ല. അതൊന്നും പറയാതെ ഷെയ്ത്താന്റെ നസ് ആണ് നമുക്കിടയിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ ചെയ്ത ഉപദ്രവങ്ങളെ കുറിച്ചൊന്നും പറയാതെ, ഒരു പരാമർശവും നടത്താതെ യൂസുഫ് നബി സഹോദരങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ട് കാണുന്നു, അഥവാ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഒന്നാമതായിട്ട് പഠിക്കുന്നത്? പിശാച് യഥാർത്ഥത്തിൽ ഇടപെടുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്, കുടുംബഘടനകളിലാണ് ഇടപെടുക എന്നുള്ളതാണ്. പിശാച് ഏറ്റവും കൂടുതൽ വസ്വാസ് നടത്താൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്. കാരണം ഒരു സാധ്യതയുണ്ട്, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഈഗോ വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ജ്യേഷ്ഠന് ഒരു അഭിവൃദ്ധി ഉണ്ടായി, സമ്പത്തുണ്ടായി, പുരോഗമനം ഉണ്ടായി, അത് സാധാരണഗതിയിൽ പെട്ടെന്ന് ഈഗോ വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത അനുജനാണ്. ഒരേ ലെവലിൽ പോകുന്ന ആളുകൾക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അസൂയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് ഏതോ ഒരാള് ധനികനായാൽ, പുറത്ത് ഏതോ ഒരാൾക്ക് അഭിവൃദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് അത്ര വലിയ അസൂയ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിശാച് അവിടെ വലിയ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഒപ്പം സഞ്ചരിക്കുന്ന, ഒരേ ലെവലിൽ സഞ്ചരിക്കുന്ന കുടുംബഘടനയിൽ ഒരാൾക്ക് നല്ലത് വരുമ്പോൾ അവിടെ പിശാച് കടന്നു വരും. ജ്യേഷ്ഠന്റെ ഭാര്യക്ക് അനുജന്റെ ഭാര്യയേക്കാൾ ഒരല്പം ജോലി കിട്ടുന്നു, സൗഭാഗ്യം കിട്ടുന്നു, അവിടെയാണ് സാധ്യതയുള്ളത്. അസൂയ കടന്നു വരാൻ സാധ്യതയുള്ളത് അവിടെയാണ്. ആ സാധ്യതയുള്ള സ്ഥലത്ത് പിശാച് പെട്ടെന്ന് കയറി പിടിക്കുകയും ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത വിധം കുടുംബങ്ങൾ അകന്നു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ യൂസുഫ് നബിയും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: അങ്ങനെ പിശാച് വരാൻ സാധ്യതയുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈഗോ കാണിക്കാതിരിക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം പ്രതീക്ഷിക്കേണ്ടത്, നസീഹത്ത് ഗുണം പ്രതീക്ഷിക്കേണ്ടത് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് എന്ന് പറയുന്ന ഒരു ഗുണപാഠമാണ് നമ്മോട് ആദ്യം പറയുന്നത്. എന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത് ഏറ്റവും അടുത്ത ആളുകൾക്കാണ്. ജ്യേഷ്ഠൻ പറയുകയാണ്, ഞാൻ എൻ്റെ കൈ കൊണ്ട് വളർത്തിയതാണ് ഇവനെ, എന്നിട്ടാണല്ലോ ഇവൻ കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് ഇത്തരം വർത്തമാനം പറയുന്നത്, അതുകൊണ്ട് അവനോട് എനിക്ക് കണക്ഷൻ ഇല്ല. വേറെ ആര് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇനി ജ്യേഷ്ഠനോട് ബന്ധമില്ല, മൂത്താപ്പയോട് ബന്ധമില്ല, അമ്മാവനോട് ബന്ധമില്ല, വാപ്പയോട് ബന്ധമില്ല, മകനോട് ബന്ധമില്ല എന്ന് വാശി പിടിക്കുന്നത് പലപ്പോഴും കുടുംബഘടനയിലാണ് നമ്മൾ കാണുക. അപ്പൊ ഈ കഥ നമ്മോട് പറഞ്ഞു തരുന്നത് അത്രയും വലിയ ഉപദ്രവം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ നമ്മുടെ ഇളയച്ചിന്റെ കാര്യം പരിഗണിക്കുക, മൂത്തച്ഛിന്റെ കാര്യം പരിഗണിക്കുക, എളാപ്പാന്റെ മൂത്താപ്പാന്റെ നമ്മോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചെന്ന് കരുതുക, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ എളാപ്പയോ മൂത്താപ്പയോ ജ്യേഷ്ഠനോ അഞ്ചനോ യൂസുഫ് നബീനെ പൊട്ടക്കിണറ്റ് ഇട്ടതുപോലെ നമ്മുടെ കുടുംബത്തിൽ ആരും അത്തരം വലിയൊരു ദ്രോഹം നമ്മോട് ഇതുവരെ ചെയ്തിട്ടില്ല. എന്ത് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിലും, എന്ത് അവഗണന നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയോട് ചെയ്തതുപോലെയുള്ള ദ്രോഹം ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ആരും ഇതുവരെയും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും വലിയ ദ്രോഹം
സംഭവിച്ചപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി ആ പഴയ കഥകളുടെ ഭാണ്ഡങ്ങളൊന്നും അഴിച്ചു വെക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അവസാനം മനസ്സിലായപ്പോ ഷൈത്താൻ നമുക്കിടയിൽ കളിച്ചു എന്നുള്ള നസാഅ് ഷൈത്താൻ എന്നുള്ള പ്രയോഗം മാത്രമേ നടത്തുന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ അവിടെയും പറയാൻ ശ്രദ്ധിക്കലുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നോട് അത് ചെയ്തു, എന്നോട് ഇത് ചെയ്തു, എന്നോട് ഇത് ചെയ്തു, എന്നാലും ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വർത്തമാനെങ്കിലും അല്പമെങ്കിലും പറഞ്ഞേക്കും. പക്ഷെ യൂസുഫ് നബി അവിടെ അതും പറയുന്നില്ല. ഒരു വികാരവും അർത്ഥത്തിലുള്ള മോശമായ നെഗറ്റീവായിട്ടുള്ള പ്രകടനം ഒന്നും നടത്താതെയാണ് യൂസുഫ് നബി സഹോദരങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കുടുംബഘടനയിലാണ് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു പാഠമാണ് ഒന്നാമതായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് യൂസുഫ് നബി അങ്ങനെ പെരുമാറിയത് എന്നുള്ളതാണ്. യൂസുഫ് നബി സഹോദരങ്ങളോട് അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ത്? ഇനി അതും ഒഴിവാക്കാം. യാക്കൂബ് നബിക്ക് മനസ്സിലായിട്ടുണ്ട് ആര് യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടുകയും കൃത്രിമമായിട്ടുള്ള നാടകം കളിച്ച് ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ചോരപ്പാടുണ്ടാക്കിയിട്ട് വെറുതെ കൃത്രിമമായിട്ട് കുപ്പായം കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് കരഞ്ഞിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോയത്. അല്ലെ? യാക്കൂബ് നബിക്ക് കണ്ണ് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് ദുഃഖം കൊണ്ട് കണ്ണ് കരഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കണ്ണ് ആകെ വെള്ളക്കളറായിട്ട് പ്രയാസപ്പെടുന്ന ഒരു രംഗം പറയുന്നുണ്ട്. പക്ഷെ യൂസുഫ് നബിയോട് എന്റെ സ്വന്തം ചോരയായ യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായതിനു ശേഷവും യാക്കൂബ് നബി എന്ത് നിലപാട് സ്വീകരിച്ചു ആ മക്കളോട്? യാക്കൂബ് നബി മക്കളോട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അവരോടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. അവരെ വീണ്ടും ഇസ്ലാമിന്റെ പാതയിൽ നിലനിർത്താൻ എന്തായാലും അവർ തൗബ ചെയ്ത് മടങ്ങി വരും. അങ്ങേയറ്റത്തെ ക്ഷമ കാണിച്ചുകൊണ്ട് വീട്ടിൽ നാട്ടിപ്പുറത്താക്കുകയോ ബന്ധം വിച്ഛേദിക്കുകയോ ചെയ്യാതെ ക്ഷമയോടുകൂടി, അതായത് നമ്മുടെ വൈകാരികത, മക്കളോട് ഒരു പിതാവിന് മക്കളോടുണ്ടാകുന്ന ഒരു ഇഷ്ടം, സ്നേഹപ്രകടനം ഉണ്ടല്ലോ. മക്കൾ മയക്കുമരുന്ന് അഡിക്റ്റായി, മദ്യപാനത്തിന് അഡിക്റ്റായി, കൊലപാതകയായി, പിതാവിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി, ഉമ്മയോട് മോശമായിട്ട് പെരുമാറിയാലും പിതാവിന്റെ ഉള്ളിൽ നിന്ന് മക്കളോടുണ്ടാകേണ്ട ആ വൈകാരികത നഷ്ടപ്പെടുത്താതെയാണ് യാക്കൂബ് നബി പിന്നീട് ആ മക്കളോട് പെരുമാറിയിട്ടുള്ളത്. ഗെറ്റൗട്ട് അടിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. ആ വൈകാരികത അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മകനോട് പറയുന്ന പ്രയോഗം എങ്ങനെയാണ് പ്രയോഗിച്ചുള്ളത്? യാ ബുനയ്യർക്കം മായ, അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കുഫറിലേക്ക് പോയി, എന്തായാലും ഇനി ഈ പ്രളയം വന്നിട്ടും ഈ കപ്പലിലേക്ക് കയറില്ല, എനിക്ക് ഈ കടലാസ് കൊണ്ടും ആണി കൊണ്ടും പലക കൊണ്ടുണ്ടാക്കിയ കപ്പലിനേക്കാൾ എനിക്ക് ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവിയില ജബലിൻ, ഇതിനേക്കാളും വലിയത് ഈ പ്രളയത്തിന് രക്ഷപ്പെടാൻ നല്ലത് പർവ്വതമാണ്, ഇതൊരു അന്തക്കടാണ് എന്ന് പറഞ്ഞിട്ട് ആ സന്ദർഭത്തിൽ പോലും ഇസ്ലാമിലേക്ക് വരാത്ത മകനെ നൂഹ് നബി വിളിച്ചത് എങ്ങനെയാണ്? യാ ബുനയ്യ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ വിളിച്ചതുപോലെ യാ ബുനയ്യ. ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചതുപോലെ യാ ബുനയ്യ. അവരൊക്കെ സാലിഹ്യങ്ങളായ മക്കളായിരുന്നു. ആ മക്കളെ സ്നേഹത്തോടുകൂടി വിളിച്ചതുപോലെ തന്നെയാണ് നൂഹ് നബി മകനെയും ആ സന്ദർഭത്തിൽ പോവുകയാണ്. ഒരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല എന്ന് മനസ്സിലായപ്പോഴും യാ ബുനയ്യ എന്ന ആ വൈകാരിക പ്രകടനം. യാക്കൂബ് നബി ഇത്രയും ക്രിമിനലായ മക്കളോട് പെരുമാറുന്നതും അതേ വൈകാരികതയിലാണ്, ക്ഷമയോടുകൂടിയാണ്. കുട്ടികളെ വളർത്തുന്നതിൽ ക്ഷമ കെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. പ്രതീക്ഷയോടുകൂടി ആ മക്കൾ ഇസ്ലാമിൽ തന്നെ നിൽക്കണം എന്ന അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളോടും പെരുമാറിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുടുംബത്തിൽ അങ്ങനെയുള്ളത് കാണുന്നത്? അത് നമ്മൾ പരിശോധിച്ചു നോക്കണം. യാക്കൂബ് നബി യൂസുഫ് നബിയെ വിളിക്കുന്നത് എന്താണ്? യൂസുഫ് നബിയെ വിളിക്കുന്നത് യാ ബുനയ്യ എന്നാണ്.
അല്ലെ? യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതായത് സ്വപ്നം കണ്ടപ്പോ പറയുന്നുണ്ട് ഇന്ന സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ ലാ തഖ്സുസ് റുയാക, അല്ലെ? കഥ പറഞ്ഞു കൊടുക്കരുത്. യാ ബുനയ്യ, യാ അബത്തി എന്നുള്ള വിളിയുമുണ്ട്. ഇതൊക്കെ നമ്മൾ ഖുറാനിൽ കാണുന്നു. ഉപ്പനെ യാ അബത്തി എന്ന് വിളിക്കുന്നു. തി യാ അബത്തി എന്ന് വിളിക്കുമ്പോൾ അതിൽ എന്തുണ്ട്? സ്നേഹപ്രകടനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഐ ലവ് യു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അതേ ഒരു അർത്ഥമാണ് അറബി ഭാഷയിൽ തി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ. ആ സ്നേഹപ്രകടനം എത്രമാത്രം പ്രകടിക്കണോ അതെല്ലാം യാ അബത്തിയിലുണ്ട്. യാ ബുനയ്യ എന്ന് വിളിക്കുമ്പോഴും ആ സ്നേഹപ്രകടനമുണ്ട്. അപ്പൊ എന്തുകൊണ്ട്? പ്രത്യേകിച്ച് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന വേറൊരു പാഠമുണ്ട്. യാക്കൂബ് നബിയോട് സ്വന്തം മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളു തുറന്ന് സംസാരിച്ചു എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉള്ളു തുറന്ന് സംസാരിച്ചു. നമ്മളെ മക്കൾക്ക് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടോ? അത് ഫേസ്ബുക്കിലാണോ ആദ്യം ഷെയർ ചെയ്യുന്നത്? ഫ്രണ്ട്സുകളോടാണോ ഷെയർ ചെയ്യുന്നത്? അതല്ല രക്ഷിതാക്കളോടാണ് അത് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു അപകടത്തെ പോലെയുള്ള ഒരു സ്വപ്നം കാണുമ്പോൾ യൂസുഫ് നബി അത് സ്വപ്നം കണ്ടപ്പോൾ വാപ്പയോട് അത് ഷെയർ ചെയ്യുന്നു. അപ്പൊ വാപ്പ അതിലുണ്ടാകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കൊണ്ടുകൊണ്ട് വേറെ ആരോടും പറയരുത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം, മക്കൾ പിതാവിനോട് എന്ത് വിഷയമുണ്ടെങ്കിലും മാതാവിനോടും ഷെയർ ചെയ്യാൻ മാത്രം അവർ തമ്മിലുണ്ടാകേണ്ട ബന്ധത്തെ കുറിച്ചാണ് യാ അബത്തി യാ ബുനയ്യ എന്ന് വരുന്നത്. ഇങ്ങനെ ഓരോ പ്രയോഗത്തിലും നമ്മുടെ കുടുംബത്തിൽ മക്കളോട് നമ്മൾ പെരുമാറേണ്ടത്, സഹോദരങ്ങൾ തമ്മിൽ പെരുമാറേണ്ടത് എല്ലാ കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഏത് കഥ എടുത്ത് വായിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അപ്പൊ എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പെരുമാറിയത്, യൂസുഫ് നബി എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ കുടുംബഘടനയെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, കുടുംബഘടനയെ അതൊരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും കുടുംബഘടനയെ കണ്ടിട്ടുള്ളത്. മാമൂലായിട്ടല്ല. ഇപ്പോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, പിതാക്കന്മാര് വാപ്പമാര് മക്കളെ അടിക്കുന്നത് ഒരു 30 വർഷം മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മരത്തിൽ കെട്ടിയിട്ട് വെള്ളം കോരി കുടമൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച്, അതും പോരാഞ്ഞിട്ട് ഉമ്മയോട് അല്ലെങ്കിൽ ഭാര്യയോട് മുളകൊക്കെ അരക്കാൻ പറഞ്ഞ് മുളക് കരച്ച് കണ്ണിൽ തേക്കുന്ന പിതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവരെങ്ങനെയാണ് ആ മക്കളോട് പെരുമാറിയത്? അവരവരുടെ മാമൂലനുസരിച്ചാണ് പെരുമാറിയത്. മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളെ കാരണവന്മാര് ഞങ്ങളെ വാപ്പമാര് ചെയ്തു വന്നതേ ഞങ്ങൾ ചെയ്യൂ, അതിന്റെ അപ്പുറത്തുള്ള ഞങ്ങൾ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത് നമ്മുടെ തൗഹീദിന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും മാ വജദ്ന അലൈഹി ആബാഅന എന്നുള്ളത് ഒഴിവാക്കേണ്ടി വരും. നമ്മൾ മക്കളോട് പെരുമാറുന്നത്, നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്നത്, വാപ്പമാരോട് പെരുമാറുന്നത്, എളാപ്പ മൂത്താപ്പന്മാരോട് പെരുമാറുന്നതെല്ലാം മാ വജദ്ന അലൈഹി ആബാഅനയാണ്. നമ്മൾ സുന്നത്തോ ഖുർആനോ അനുസരിച്ചല്ല ഈ പെരുമാറ്റമുള്ളത്, നാട്ടിലെ നടപ്പനുസരിച്ചാണ്. അല്ലെ? ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നത് നമ്മളെ നാട്ടു നടപ്പനുസരിച്ചാണ്, സുന്നത്തനുസരിച്ചാണോ? ഇപ്പൊ ഞാൻ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയുടെ കൂടെ അനുജത്തിന്റെ കൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ മാഷെ ഞങ്ങള് ടൗണിലേക്കാണ് കയറിക്കോന്ന് പറഞ്ഞു. അതിന് കയറിയിട്ട് ടൗണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഞാൻ പഠിപ്പിച്ച മകളുടെ അഥവാ ഭാര്യയാണ്, കല്യാണം കഴിഞ്ഞവളാണ്, ഭർത്താവിന്റെ ഫോൺ വരികയാണ്. ഭർത്താവിന്റെ ഫോൺ വരുമ്പോ എവിടേക്കാണെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ബാക്ക് സീറ്റിൽ ഞാൻ ഇവിടെ ഡ്രൈവറിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഗൾഫിലുള്ള ഭർത്താവ് ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് പോകുന്നത്? അതായത് ഈ കുട്ടിയുടെ ഉമ്മയുണ്ട്, സഹോദരിയൊക്കെ കാറിലുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് പോകുന്നത് എന്നാണ്. അപ്പൊ എന്തോ ടൗണിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി ഉമ്മന്റെ കൂടെ പുറത്തു പോയതാണ്. എന്നോട് ചോദിക്കാതെ നീ എവിടേക്ക് പോകുന്നു, തിരിച്ചു പോണം എന്നൊരൊറ്റ കമാൻഡാണ്. അപ്പോ എന്നോട് വളരെ ദയനീയമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, മാഷ തിരിച്ചു പോവാണ്. അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു
സമയം പോലും തന്നില്ല. അത്രമാത്രം കാർക്കശ്യത്തോടു കൂടി ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് മടങ്ങി പോകാൻ വേണ്ടി പറയാണ്. ഇത് സുന്നത്താണോ അതല്ല മാമൂലാണോ? മാമൂലുകളാണ്. അപ്പൊ നമ്മള് ഇബ്രാഹിം നബിന്റെ ചരിത്രമാവട്ടെ, കുടുംബഘടനയെ കുറിച്ചിട്ട് ഏത് പ്രവാചകന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ പെരുമാറ്റം അങ്ങേയറ്റത്തെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മബദ്ധത്തിന്റെയും റഹ്മത്തിന്റെയും പ്രകടനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ, ഈ കുടുംബഘടന എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഏതോ ആളുകൾ പറഞ്ഞു തരേണ്ട, അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ഇടമല്ല എന്ന് ആർക്കറിയാം? പ്രവാചകന്മാർക്കറിയാം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾ യാക്കൂബ് നബിയുടെ ചരിത്രത്തിൽ, ഞാൻ അതിലേക്ക് എത്താം. യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് ആദ്യം പറയുന്ന മരണ സന്ദർഭത്തിൽ വരുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, ഇത് കുന്തും അം കുന്തും ശുഹദാ ഇത് ഹളറ യാക്കൂബ് അൽ മൗത്ത്. അല്ലെ, നിങ്ങള് യാക്കൂബ് നബിക്ക് മരണം വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ മരണ സന്ദർഭത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം വിശദീകരിച്ചു തരികയാണ്. ഇത് ഖാല ലി ബനീഹി മാ തഅബുദൂൻ, ഇത് ഖാല ലി ബനീഹി മാ തഅബുദൂൻ. അടാ, ഈ ഒരു ഇസ്ലാമിക സ്പിരിറ്റോട് കൂടിയാണ് മക്കളെ വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊന്ന് കുതറിപ്പോകുന്ന മക്കളോട് എങ്ങനെ പെരുമാറുന്നു, ആ വഴിയിലേക്ക് വന്ന മകനോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ഈ ഒരു ഇബാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പെരുമാറിയിട്ടുള്ളത്. മാ തഅബുദൂൻ. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരാളെ 50 വയസ്സ് 60 വയസ്സായ ഒരാളെ കാണുമ്പോൾ എന്തൊക്കെ വർത്തമാനം ചോദിക്കുമ്പോൾ അവർ സാധാരണഗതിയിൽ പറയാറുള്ളത് എന്താന്ന് പറഞ്ഞാൽ നല്ല മറുപടി തന്നെയാണ്. അതിൽ പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പറയാറുള്ളത്, എനിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, കെട്ടിച്ചു, കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്, അവർ സുഖമായി ജീവിക്കുന്നുണ്ട്. ആൺകുട്ടികളും തന്നെ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. ഇനി ഒരു കബറിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി, എല്ലാം റെഡി ആയിട്ടാണ് ഉള്ളതെന്ന് പറയും സാധാരണഗതിയിൽ. പക്ഷെ ഈ മക്കളുടെ കാര്യത്തിൽ കല്യാണം കഴിപ്പിച്ചു, കുട്ടികളെ കെട്ടിച്ചു എന്ന് പറയുന്ന വികാരമാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവാചകന്മാർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ച് നോക്കുക. നമ്മള് കല്യാണം കഴിഞ്ഞാൽ തന്നെ സാധാരണഗതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സാധാരണ ആളുകൾ കുട്ടികൾ ഉണ്ടായില്ല എന്ന് ചോദിക്കും. അപ്പൊ അതൊരു വലിയൊരു വിഷയമാണ്. കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അഥവാ 3 or 4 കൊല്ലം വരെ കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞിക്കാല് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട്, പടച്ചോനെ ഒരു കുട്ടിനെ തരണേന്ന് കല്യാണം കഴിഞ്ഞവരൊക്കെ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പക്ഷികളും പ്രാർത്ഥിക്കുന്നുണ്ടാവും, മൃഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പ്രവാചകന്മാർ ഒരിക്കലും അങ്ങനെ കുട്ടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇബ്രാഹിം നബിക്ക് കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബിക്ക് എന്ത് വേണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്? ഞാൻ കല്യാണം കഴിഞ്ഞു, എനിക്ക് കുട്ടിയില്ല, ഒരു കുട്ടി ഉണ്ടായാലും ഞാൻ ആണാവുള്ളൂ, ഒരു സ്റ്റാറ്റസ് ആളുകൾക്കിടയിൽ ഉണ്ടാവണമെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവണം. അങ്ങനെ ഇബ്രാഹിം നബി ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കുടുംബഘടനയിൽ മാമൂലുകളാണ്. സാധാരണഗതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹങ്ങൾ. ഇബ്രാഹിം നബി അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കുന്നത് തന്നെ എന്താണ്? ഹബ്ലി മിനസ് സാലിഹീൻ, എനിക്ക് സാലിഹായ കുട്ടിയെ തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആത്തിനാ മിൻ ലദുൻക റഹ്മ, ആത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. കണ്ടില്ലേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന? ദുനിയാവിലും ഹസനത്തെ തരേണ്ടതുള്ളൂ, ആഖിറത്തിലും അത് ഹസനത്തെ തരേണ്ടതുള്ളൂ. ദുനിയാവിൽ കുറെ സാധനങ്ങൾ കിട്ടണം എന്ന് ഇവർ ആഗ്രഹിച്ചിട്ടില്ല, ഹസനത്താവണം. ആ ഹസനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നന്മയുണ്ടാകുന്ന, പരലോകത്ത് ഗുണമുണ്ടാകുന്നതായ ഞങ്ങൾക്ക് തരണം. എനിക്ക് കാറ് തരണേ എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് പരലോകത്ത് ഹസനത്താവണം എന്നാണ് അതിന്റെ അർത്ഥം. കുട്ടികളെ തരണേ എന്ന് പറയുമ്പോ ഇവിടെ സ്റ്റാറ്റസ് കിട്ടണമെന്നല്ല, പടച്ചോനെ അത് പരലോകത്തിന്റെ ഹസനത്തായിട്ടുള്ള കുട്ടിയാവണേ, കല്യാണം അങ്ങനെ തന്നെ, ഭാര്യ അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആത്തിനി മില്ലതുൻക ദുർറിയത്തൻ ത്വയ്യിബ, സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, എനിക്ക് ദുർറിയത്തൻ ത്വയ്യിബത്തിനെ തരണേന്നാണ്. അല്ലെ, വലിയൻ ആലു യാക്കൂബിന്റെ പരമ്പരയിലുള്ള പ്രവാചകന്മാരുടെ പൈതൃകം പേറുന്ന ആ ഇൽമുള്ള പ്രബോധകരായ മക്കളെ എനിക്ക് തരണേ എന്ന് സക്കറിയ നബി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ആളുകൾ ആഗ്രഹിക്കുന്ന മാമൂലനുസരിച്ചുള്ള ആഗ്രഹങ്ങളല്ല ഒരു പ്രവാചകനും ആഗ്രഹിച്ചിട്ടുള്ളത്. കുട്ടി ഉണ്ടാകുന്ന വിഷയത്തിൽ പോലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. സ്വാലിഹായ ഇസ്ലാമിന്റെ മക്കളെ തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഉള്ളൂ. അതല്ലാത്ത ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല.
ഒരു കുഞ്ഞിക്കാല് കാണണേ എന്നുള്ള പ്രാർത്ഥന മനുഷ്യ സഹജമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ നമുക്കതങ്ങനെ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പൊ യാക്കൂബ് നബി യൂസുഫ് നബിയോടും യൂസുഫ് നബി സഹോദരങ്ങളോടുമൊക്കെ ഇത്രക്ക് സുന്ദരമായിട്ട് പെരുമാറാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുടുംബഘടന എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ സൂക്ഷ്മത വരുന്നത് അങ്ങനെയാണ്. സാധാരണഗതിയിൽ നിസ്കാരം ഒരു ഇബാദത്താണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? നിസ്കാരം ഇബാദത്താണെന്നതിൽ ആർക്കും സംശയമില്ല. അപ്പൊ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞത്, റസൂല് പറഞ്ഞത്, ഫിഖ് പറഞ്ഞത് പ്രകാരമേ ഞാൻ മുന്നോട്ട് പോകും. അഥവാ നിസ്കാരത്തിൽ തെറ്റുപറ്റി, ഇമാമിന് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ് എന്ന് പറയും അല്ലെ? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത് എന്നറിയാം. അഥവാ ഒളു പോയാലോ? ഒളു പോയി കഴിഞ്ഞാൽ പോകണം, തിരിച്ചു പോകണം. തവാഫിന്റെ ഇടയിൽ ഒളു പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകണം, ഒളു എടുക്കണം, തിരിച്ചു വീണ്ടും വരണം. നമുക്കതൊക്കെ അറിയാം. ഇതൊരു ആരാധനാ സ്വഭാവത്തിൽ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ യാതൊരു നമ്മുടേതായ വകയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ് ഇഷ്ടത്തോടു കൂടി. അത് ഇബാദത്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതവും. കാരണം ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മൾ പല പ്രാവശ്യം പല ഖുതുബകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. പല ആളുകളും അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ഇപ്പോഴും അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അർത്ഥം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു അപാകത നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണത്. എന്താണ് അതിന്റെ അപാകത? നമ്മുടെ ജീവിതത്തിൽ ആരാധനക്ക് 24 മണിക്കൂറിൽ മാക്സിമം പോയാൽ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എത്ര മണിക്കൂറുകളാണ്? നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരു 40 മിനിറ്റ് നമുക്ക് കൊടുക്കുക. സുന്നത്തുകൾ അപ്പുറത്തും പുറത്തും പ്രാർത്ഥനകൾക്ക് 40 മിനിറ്റ് കൊടുക്കുക. കുറച്ചുകൂടി അധികം പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അയാൾക്ക് കൊടുക്കാം. ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൊടുക്കുക. തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ 3 മണിക്കൂർ കൊടുക്കുക. അതിനപ്പുറത്ത് നടന്ന ഓരോ മേഖലയിലും ദിക്റുകളും ഓരോ സന്ദർഭത്തിലുള്ള ദിക്റുകളൊക്കെ ചെല്ലുന്നവരുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊടുക്കാം. ഒരു ദിവസത്തിൽ 5 മണിക്കൂർ, 24 മണിക്കൂർ 5 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ, മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ 19 മണിക്കൂർ പിന്നെ എന്താണ്? ബാക്കി 19 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കല്യാണം കഴിക്കുന്നു, നമ്മൾ ടൂറ് പോകുന്നു, നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു, നമ്മൾ ഗൾഫിലേക്ക് പോകുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അല്ലെ? നമ്മൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കുകയാണ് ഈ 19 മണിക്കൂറും. ഈ 19 മണിക്കൂറിൽ അള്ളാഹു പടച്ചത് എന്തിനാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ അർത്ഥം പറഞ്ഞ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് ഞാൻ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം അള്ളാഹുവിന്റെ നിയമമുണ്ട്, ആ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാനാണ് പടച്ചോൻ എന്നെ പടച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോഴോ അത് ആരാധന മാത്രമായിട്ട് മാറുകയില്ല. ജീവിതത്തിന്റെ A to Z, അല്ലെ? ജനിച്ചത് മുതൽ മരണം വരെ, ഉറക്കം മുതൽ ഉണർച്ച വരെ നമ്മുടേതായിട്ടുള്ള ജീവിതം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ പടച്ചോന്റെ നിയമമുണ്ട്, അവിടെ അനുസരിക്കാനാണ് നമ്മൾ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബജീവിതം, കല്യാണം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇബാദത്തായിട്ട് മാറി. ആ ഇബാദത്ത് മാമൂൽ അനുസരിച്ചാണ് പോവേണ്ടത്, അതല്ല ഖുർആനും സുന്നത്ത് അനുസരിച്ചാണ് പോവേണ്ടത്. നിസ്കാരം ഖുർആനും സുന്നത്ത് അനുസരിച്ച് ഫിഖ് അനുസരിച്ചാണ് പോകേണ്ടത്, നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. ഹജ്ജും അങ്ങനെ, സക്കാത്തും അങ്ങനെ, നോമ്പും അങ്ങനെ. അതിൽ മാമൂലുകൾ നമ്മൾ പരിഗണിക്കാറില്ല. ആരെന്ത് പറഞ്ഞാലും ഖുർആനും സുന്നത്തുണ്ടോ നോക്കും. ചിലപ്പോൾ നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും, നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ച കുറച്ച് ദിക്റുകളൊക്കെ ഉണ്ടാവും, അല്ലെ? ഉംറക്ക് പോയ ആളുകളല്ല അധികം ആളുകൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഉംറ ചെയ്യേണ്ടത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഷാഫി മദ്ഹബാണെങ്കിലും ഹനഫി മദ്ഹബാണെങ്കിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ചാ പോവുക. അപ്പൊ നമ്മളിങ്ങനെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതല്ലാത്ത കുറെ സംഗതികൾ അവിടെ കാണാം. നമ്മൾ പഠിക്കാത്ത വേറെ കുറെ രീതികളിലുള്ള ദിക്റുകളും കൂട്ടമായിട്ടും, അതുപോലെ തന്നെ ചിലപ്പോ കൈ പിന്നെ സൈ നടത്തുന്നിടത്തൊക്കെ ചിലപ്പോൾ അത് മൊത്തം പിന്നെ തണ്ട കാണിച്ച് കിടക്കാം. അത് തവാഫ് ചെയ്യുന്ന 3 തവാഫുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പോ ഇതൊന്നും പരിഗണിക്കാതെ ആ പച്ച ലൈറ്റുള്ളടുത്ത് മാത്രമേ ഓടേണ്ടതുള്ളൂ. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത്. ആദ്യം മുതൽ അവസാനം വരെ ഓടുന്ന ആളുകളൊക്കെ അവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനല്ലോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ സമ്മതിക്കൂല. നമ്മുടെ മകനെ അവർ സമ്മതിക്കൂല. നമ്മളോട് ദേഷ്യമുള്ളതല്ല. കാരണം അവരുടെ ഉസ്താദുമാര് ഖുർആനും സുന്നത്തും ഫിഖും അനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തതേ അവർ ചെയ്യും.
ആരാധനയുടെ വിഷയത്തിൽ വല്ലാത്ത സൂക്ഷ്മതയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് അവരെ. കാരണം നമ്മൾ മനസ്സിലാക്കാത്ത ഫിഖും ചിലപ്പോൾ ഉണ്ടാവും. അവരുടെ ഫിഖ് അനുസരിച്ച് അവർ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് മാമൂലല്ല. നിങ്ങൾ പറഞ്ഞ കേൾക്കാനല്ല ഞാനുള്ളത്. ഞാൻ അള്ളാഹും റസൂലും പറഞ്ഞ എന്റെ ഉസ്താദന്മാര് ഫിഖ് പഠിപ്പിച്ചനുസരിച്ച് ഞാൻ പോവുള്ളൂ എന്ന വാശിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോകും. കുടുംബ ജീവിതത്തിലും അങ്ങനെയാണ് എന്ന് സമ്മതിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബഘടനയും അങ്ങനെ പോകാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊരു വാപ്പാനോട് പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് മകനോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, എന്റെ വാപ്പയും കാരണവന്മാരും ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്, ഞാൻ എന്റെ പണി നോക്കുന്ന പറയാം. ഇവിടെ ഖുർആൻ സുന്നത്തൊന്നും അയാൾക്ക് ബാധകാവൂല. ഇവിടെ ഞങ്ങൾ പണ്ട് മുതലേ ശീലിച്ചു വന്ന രീതിയുണ്ട്. എന്റെ വാപ്പയും വല്യപ്പൊക്കെ പഠിപ്പിച്ച രീതിയുണ്ട്, അങ്ങനെ ഞാൻ പെരുമാറുള്ളൂ എന്ന വാശിയിലായിരിക്കും അയാൾ പോവുക. നേരെ മറിച്ച് ഇത് ഇബാദത്താണെന്ന് മനസ്സിലാക്കിയാലോ അവിടെ ഖുർആനും സുന്നത്തനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെയാണല്ലേ മക്കളോട് പെരുമാറേണ്ടത് എന്ന ഒരു അറിവ്, അങ്ങനെയാണല്ലേ ഭാര്യയോട് പെരുമാറേണ്ടത്, അങ്ങനെയാണല്ലേ ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, മാ തഅബുദൂൻ മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്താണ് ഇബാദത്ത് ചെയ്യുക? എനിക്ക് ശേഷം എന്റെ പെങ്ങളെ നോക്കൂ, എന്റെ പെങ്ങന്മാരെ നോക്കൂലേ, എളാപ്പാനെ നോക്കൂലേ, മൂത്താപ്പാനെ നോക്കൂലേ എന്നുള്ള സാധാരണഗതിയിൽ മനുഷ്യന്മാര് സംസാരിക്കുന്ന വിഷയങ്ങളല്ല പ്രവാചകൻ യാക്കൂബ് നബി പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യമായ പടച്ചോൻ പടച്ചുവിട്ട ലക്ഷ്യമായ ഇബാദത്തിനെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട സംസാരം മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അതാണ് പറയുന്നത്. അപ്പൊ കുടുംബഘടനയും സ്വാഭാവികമായിട്ടും അങ്ങനെയായിട്ട് മാറും. അങ്ങനെ മാറണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മള് കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നം, തലാഖിന്റെ എന്തോ ഒരു വിഷയം ഉണ്ടാകുമ്പോ നമ്മൾ കൗൺസിലിംഗ് നടത്തും, സംസാരിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ അവരോട് സംസാരിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്ത് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ തൊലാക്ക് ചൊല്ലിയത് ശരിയായില്ല, ഇങ്ങനെയാണെന്ന് പറയുമ്പോ ചില ആളുകൾ അതൊന്നും ഇവിടെ നടപ്പിലാൻ പോകുന്ന കാര്യമില്ല, ഓൾ എന്നോട് പെരുമാറിയ രീതി വെച്ച് നോക്കുമ്പോ ഇതന്നെ വലിയ മെച്ചപ്പെട്ട പെരുമാറ്റാണ് എന്റേത് എന്നാണ് പറയാ. നേരെ മറിച്ച് നിങ്ങൾ തൊലാക്ക് ചൊല്ലിയത് 3 തൊലാക്കും ഞാൻ ചൊല്ലി എന്ന് അയാളോട് പറയരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കേൾക്കില്ല, അല്ലെങ്കിൽ അയാളുടെ വാശിയായിരിക്കും അയാൾ നടപ്പിലാക്കുക. ഇവിടെ വിവാഹം ചെയ്യുന്നതും ത്വലാഖിന്റെ വിഷയവും പടച്ചോൻ പറഞ്ഞ നിയമമുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് നമ്മൾ പറഞ്ഞത് അവർ കേൾക്കുള്ളൂ. അല്ലെങ്കിലോ നാട്ടിലെ മാമൂൽ അനുസരിച്ചാണ് അവരുടെ ത്വലാഖിന്റെ രീതി ഉണ്ടാവുക. പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇബാദത്തി മനസ്സോടുകൂടി കല്യാണം കഴിക്കും. പുതിയാപ്പള ഫുൾക്കൈയൊക്കെ ഇട്ട് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് ഒരു ടവൽ ഉണ്ടെങ്കിൽ ടവലൊക്കെ സംഘടിപ്പിച്ച് തൊപ്പിയൊക്കെ ഇട്ട് ഉസ്താദ് അൻകാഹത്തുക്ക വസവ്വജതുക്ക ബിന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ അവിടെ അത് സ്വീകരിക്കുമ്പോഴും പറയുമ്പോഴും കെട്ടിച്ചു വിടുമ്പോഴൊക്കെ ഭയങ്കര ബേജാറായിരിക്കും. ഈ പദങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫിഖിൽ തെറ്റോ, ഈ കല്യാണം ശരിയാവൂലേ എന്നൊരു ബേജാറോടുകൂടിയായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക. അപ്പൊ അയാളുടെ മനസ്സിൽ അപ്പോഴുണ്ട് എന്ത്, കെട്ടിച്ചു കൊടുക്കുന്ന ആൾക്കും അറിയാം, വാപ്പക്കും അറിയാം, പുതിയാപ്പളക്കും അറിയാം, ഇതൊരു ആരാധനാ രീതിയാണ്. അവിടെ കൊടുത്തിട്ട് ചെണ്ട കൊട്ടിട്ടോ ആനനെ കൊടുത്തിട്ടോ ഡാൻസ് കളിച്ചിട്ടോ ആരും കല്യാണം കഴിക്കുന്നില്ല. ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. കാരണം അവിടെ ഫിഖിന്റെ നിയമമുണ്ട്, സുന്നത്തിന്റെ നിയമമുണ്ട്, ഞാൻ അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ഭാര്യയോട് പെരുമാറുന്നതും വാപ്പയോട് പെരുമാറുന്നതും എളാപ്പയോട് പെരുമാറുന്നതും അമ്മയോടും അമ്മോശൻ കാക്കയോടും പെരുമാറുന്നതിനും അങ്ങനെ ഫിഖിൽ ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ഖുർആൻ സുന്നത്തനുസരിച്ച് പോകാൻ കഴിയുള്ളൂ. ഇത് മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയത്തിലൊന്നും അവർ പ്രതികരിക്കുക, ഇസ്ലാമിനനുസരിച്ചല്ല പ്രതികരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കാണുമ്പോൾ പല സംസാരങ്ങളും കാണും. ഈ മൈക്കിൽ വന്നിട്ട് പല ആളുകൾ പല ചോദ്യം ചോദിക്കും. ആ ചോദിക്കുന്ന ഇടയിൽ ക്യാമ്പസിലുള്ള കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നാ. അവർ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കാൻ ആളുകളെ കുറെ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൈക്കോണ്ടുള്ള വരവാണ്. അപ്പൊ പെൺകുട്ടികളോടും ആൺകുട്ടികളോടൊക്കെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ചോദിക്കും. അപ്പൊ ചില പെൺകുട്ടികളൊക്കെ പറയും ഐസ്ക്രീം കഴിക്കാനാണ് അറിയും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം കുറെ കഴിക്കും. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വാപ്പ ഐസ്ക്രീം ചോദിച്ചപ്പോ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഓളെ മൈൻഡിൽ കയറി കൂടിയിട്ടുണ്ടാവും, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് കുറെ ഐസ്ക്രീം ഒക്കെ ചോദിക്കാം, അപ്പൊ ഐസ്ക്രീം കഴിക്കാം കല്യാണം കഴിച്ചു കഴിഞ്ഞാല്. ചില ആൾക്കാർ പറയുന്നത് ടൂറ് പോവാന്നാണ്, കുറെ ടൂറ് പോവാ, പുതിയാപ്പളുടെ കൂടെ ഇങ്ങനെ ടൂർ പോവാ, അതാണ് മറുപടി. ചില ആളുകളുടെ മറുപടി ചില വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മറുപടിയാണ്. അത് കുറച്ച് മോശമായ കമന്റുകളാണ് നടത്തുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള
സൗന്ദര്യവുമായി ബന്ധപ്പെട്ട അവരുടെ ഭൗതികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട മറുപടികൾ പറയുകയും അതിങ്ങനെ ചിരിക്കുന്നത് ഇങ്ങനെ TV സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, അതിങ്ങനെ പ്രചരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചിട്ടുണ്ടാകുക. നമ്മോടിപ്പോൾ ചോദിക്കുകയാണ്, അതായത് ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് പേരക്കുട്ടികളായവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് വിവാഹം? അല്ലേ? എന്തോ ഒരു കളിക്കണ്ടല്ലോ ഉഷാറായിട്ട് അല്ലേ? എന്തിനാണ് വിവാഹം ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ മറുപടി പറയേണ്ടത്? നമ്മൾ നമ്മോട് തന്നെ മറുപടി പറയേണ്ട ഒരു മറുപടി ഉണ്ടല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്? എന്താണ് ഉത്തരം പറയേണ്ടത്? ഉത്തരം ഇതാണുള്ളത്. ഞാൻ നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നോട് വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ അതിന്റെ മുമ്പ് എന്നോട് ചോദിക്കേണ്ടിയിരുന്നത് താങ്കൾ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്നാണ്, താങ്കൾ എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നതിനാണ്. എന്നോട് പടച്ചോൻ പറഞ്ഞു നിസ്കരിക്കാൻ, ഞാൻ നിസ്കരിക്കുന്നു. എന്നോട് പടച്ചോൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ, ഞാൻ ഹജ്ജ് ചെയ്യുന്നു. പടച്ചോൻ എന്നോട് പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നു. അതുപോലെ പടച്ചോൻ എന്നോട് പറഞ്ഞതാണ് വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുക എന്നുള്ളത് പടച്ചോന്റെ ഒരു അമ്രാണ്, പടച്ചോന്റെ ഒരു ഹുക്കുമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ രീതികളും പടച്ചോൻ പറഞ്ഞു തരും. അതുകൊണ്ട് പടച്ചോനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരിഹാരം. ഇങ്ങനെ മനസ്സിരുത്തിയിട്ട് വല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മക്കളോട് പെരുമാറുമ്പോഴും ഉണ്ടാവില്ല, ഭാര്യയോട് പെരുമാറുമ്പോഴും ഉണ്ടാവില്ല, ഭർത്താവിനോട് പെരുമാറുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അത് പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കുമ്പോൾ ഒന്ന് പോയാൽ എന്ത് ചെയ്യും? ഒരാൾക്ക് നിസ്കരിക്കുമ്പോൾ ഒന്നു പോകില്ല എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. തവാഫ് ചെയ്യുമ്പോൾ ഒന്നു പോകില്ല എന്ന് വാശി പിടിക്കാൻ പറ്റില്ല, ഒന്നുമൊക്കെ പോകും. അപ്പൊ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും എടുത്തിട്ട് വരേണ്ടി വരും. ഇതുപോലെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് ഏത് മാനദണ്ഡം വെച്ചായിരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കണം. അപ്പൊ നമ്മൾ അതിലേക്ക് തിരിച്ചു വരും. ഈ തിരിച്ചു വരാത്തതിന് കാരണം ആദ്യമേ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല, ഇങ്ങനെ ഒരു നിയത്തില്ല. സാധാരണ മൃഗവും പക്ഷികളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു ഇണ ഉണ്ടാവണം. സാധാരണഗതിയിൽ ഭൗതികമായ ആവശ്യങ്ങളായിരിക്കും പല ആളുകളെ മനസ്സിലുണ്ടാവുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ. സാധാരണ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശങ്ങൾ ഉണ്ടാവാറുള്ളത്. അതേതാണ്? ലിജമാലിഹ. ചിലപ്പോൾ ഉദ്ദേശം എന്തായിരിക്കും? ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ഭൗതികമായ താല്പര്യം മാത്രമായിരിക്കും, ശരീരത്തിന്റെ താല്പര്യം മാത്രമായിരിക്കും. ലിജമാലിഹ അല്ലെ? വലിയ ഹസബിഹ. ചിലപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രശസ്തി ആയിരിക്കും. ചിലപ്പോൾ ഈ ഭൗതികമായ താല്പര്യങ്ങളും ചില ആളുകൾക്ക് ഉണ്ടാവില്ല, പ്രശസ്തി ആയിരിക്കും. ഇയാളെ മകളെ, ഇയാളെ മകനെ കല്യാണം കഴിച്ചാൽ സമൂഹത്തിലും എനിക്കൊരു സ്റ്റാറ്റസ് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. വലിയ മാലിഹ. ചില ആളുകൾ വിവാഹം കഴിക്കുന്നത് സാമ്പത്തിക താല്പര്യം അത് മാത്രമായിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. ചില ആളുകൾ കല്യാണം കഴിക്കുന്നത് ഇബാദത്തി മനസ്സോടുകൂടിയായിരിക്കും. വലിയ ദീനിഹ. അങ്ങനെ വിവാഹം ചെയ്താൽ മാത്രമേ കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകും. താങ്കളുടെ കൈ മണ്ണിൽ കുത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫാമിലി ലൈഫ് അട്ടർലി ഫൈലായിരിക്കും, പരാജയമായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെങ്ങനെ ക്ലിയർ അല്ലത്? ഭൗതികമായ താല്പര്യത്തിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് 1-2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നിന്നു. ഇതാണല്ലേ ഭൗതികമായ താല്പര്യത്തിന്റെ ഉദ്ദേശം. അത് മാത്രം ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം കൊണ്ട് അത് തീർന്നു പോകും. ആ താല്പര്യം തീർന്നു കഴിഞ്ഞാൽ വേറെ കുറെ താല്പര്യങ്ങളാണ് കടന്നു വരിക. കുടുംബജീവിതം മുന്നോട്ട് പോവില്ല. സമ്പത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സമ്പത്ത് പോയതോടുകൂടി പിന്നെ ആ ഇഷ്ടം പോവും. സെലിബ്രിറ്റി ആഗ്രഹിക്കുന്നത് ഇയാളെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കിട്ടും വെക്കുക. അപ്പഴേ അഴിമതി കേസ് വന്നു സങ്കല്പിക്കുക. ആ കുടുംബത്തില് ഈ മാനക്കറി ഇയാൾക്കുണ്ടാവും. അതോടുകൂടി ആ കുടുംബജീവിതം തകരും. നേരെ മറിച്ച് പടച്ചോൻ പറഞ്ഞൊരു നിയമം നടപ്പിലാക്കുകയാണ് ഞാൻ. അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിക്കാനും പടച്ചോൻ എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ഇബാദത്തായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇബാദത്തിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുന്ന പോലെ, ആരാധനാ കാര്യങ്ങൾ പരിഗണിക്കുന്നത് പോലെ കുടുംബജീവിതത്തിൽ നമ്മൾ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോ മാ തഅബുദൂന മിൻ ബഅദി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. യാക്കൂബ് നബി മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തെ ഇബാദത്തുമായിട്ട് കണക്ട് ചെയ്യുക, ജീവിതം മുഴുവൻ പടച്ചോന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് കുടുംബഘടനയിലേക്ക് ബന്ധപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഫാമിലി ലൈഫിനെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോ
ഇതിന്റെ ഘടനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബം നിലനിർത്താനുള്ള ശ്രമം നമ്മളെ ഇബാദത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിട്ടുവീഴ്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആപ്പയോട്, അളാപ്പയോട്, മൂത്താപ്പയോട്, അഞ്ചന്മാരോട്, ഭാര്യയോട്, ഭർത്താവിനോടൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ ഒരു മേഖല പടച്ചോന്റെ മാർഗത്തിലുള്ള ഒരു ഇബാദത്താണ്, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യും എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ ഈ ഒരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ എത്തിയേ മതിയാവും. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ കുടുംബഘടന എന്നൊക്കെ പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയിലെ ഒരു ഇബാദത്ത് സജീവമായിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്, അല്ലെ? റമദാൻ കാലത്ത് നമ്മൾ തറാവീഹൊക്കെ സജീവമായിട്ട് നിലനിർത്തുന്നത് പോലെ, അവിടെ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമസ്കാരങ്ങൾ കൂടുതലാക്കുന്നത് പോലെ, ഖുർആൻ പാരായണം കൂടുതലാക്കുന്നത് പോലെ, ഈ കാലഘട്ടത്തിൽ കുടുംബഘടന തകർന്നു പോകുമ്പോൾ ഒന്നുകൂടി സജീവമായിട്ട് എന്റെ കുടുംബത്തെ ഇബാദത്തുമായി കണക്ട് ചെയ്തിട്ട് സജീവമായിട്ട് നിലനിർത്തണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം കുടുംബം ഭയങ്കര ഒരു സംഭവമാണ്. പല ആളുകളും നമ്മളെ മക്കളോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അവരെന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ടൂർ പോകുന്ന വിഷയത്തിൽ തന്നെ ആണെങ്കിൽ കുട്ടികളോട് ചോദിക്കുകയാണ്, ടൂർ പോകുന്നത് ഫാമിലിന്റെ കൂടെ പോകുന്നത് കുട്ടികൾക്ക് ബോറായിരിക്കും, ഫാമിലിന്റെ ഒപ്പം ബോറാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഭയങ്കരമായിട്ട് ടൂർ പോവുക, അതായിരിക്കും അവർ ഹാപ്പി. അവരതിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഊട്ടിയിലേക്കാ പോണ്, മൈസൂരിലേക്കാ പോണെന്ന് പറഞ്ഞാൽ അലാറം ഒന്നും വെക്കാതെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോവുകയാണെങ്കിൽ അവർ 4:30 എഴുന്നേറ്റിട്ടുണ്ടാവും, ഭയങ്കര മൂഡിലായിരിക്കും അവരുണ്ടാവുക. ഇത് നമ്മളൊന്ന് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? കുടുംബഘടനയെ എന്തുകൊണ്ട് അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. കുടുംബത്തിന്റെ കൂടെയാണല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടൂർ പോകാനുള്ള താല്പര്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ഓരോ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും കുടുംബഘടനയെ സജീവമാക്കി നിർത്തുന്ന ആലോചനകൾ നമ്മൾ നടത്തിയേ മതിയാവും. ആലോചിച്ചു നോക്കി നമ്മള് എത്ര സുന്ദരമായിട്ടാണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. ഇപ്പോ നമ്മുടെ യൂറോപ്പിലെ ജീവിതഘടനയെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂറോപ്പിലെ എല്ലാതും ബെസ്റ്റാണ്, ശാസ്ത്ര മേഖല സജീവമാണ്, വൃത്തിയുടെ കാര്യത്തിൽ അവർ സജീവമാണ്. നമ്മളെക്കാളൊക്കെ പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും എത്രയോ ബെസ്റ്റാണ് യൂറോപ്യർ. നമ്മളിവിടെ പള്ളിയിൽ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വെച്ചിട്ടുണ്ടാവും, അവിടെ അല്ല റാക്ക്. എത്ര ആളുകൾ ആ ചെരുപ്പ് അതിൽ വെക്കുന്നുണ്ടാവും? അവിടെ ഇങ്ങനെ കൂട്ടി ഘടന അതാ റാക്ക് ഉണ്ടെങ്കിലും ഇത്ര ഫിഖ്ഹും ഇത്ര തഹാറത്തൊക്കെ പഠിച്ച നമ്മൾ പോലും ആ റാക്കിലേക്ക് ഒരു സെക്കൻഡ് ഒന്ന് സൂക്ഷ്മമായിട്ട് എടുത്തു വെക്കാനുള്ള ക്ഷമ നമുക്കില്ല. നമ്മൾ യൂറോപ്പിലേക്ക് പോയി നോക്കൂ, അവരെല്ലാവരും ആ റാക്കിൽ തന്നെ ഷൂ വെച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതിനും ചെയ്യാതിരിക്കുന്നതിനും പല റൂൾസുകളുണ്ട്. ഇൻഡിക്കേറ്റർ ഇടണ്ട, ഇതിനൊക്കെ റൂൾസുകളുണ്ട്. പക്ഷെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സന്ദർഭം ഈ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. ആരും നിയമങ്ങൾ പാലിക്കാറില്ല. പക്ഷെ യൂറോപ്പിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, എല്ലാവരും പെർഫെക്റ്റ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് യൂറോപ്പിനെ കുറിച്ചിട്ട് വല്ലാതെ മോശമായിട്ട് നമ്മൾ പെരുമാറേണ്ടതില്ല. പക്ഷെ അവിടെ ഏറ്റവും പ്രയാസം, ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ മേഖലയാണ്. അതെന്തുകൊണ്ടാണ്? കുടുംബ മേഖലയിൽ അവർ തകരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിൽ ആരോ കയറ്റി വെച്ച ഇഞ്ചക്ഷൻ വെച്ച ഒരു ആദർശമാണ്. നിങ്ങൾ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. കുടുംബം ഒരു കുടിസല്ലേ, അതൊരു ലോക്കപ്പ് അല്ലേ. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ, പാറി നടക്കൂ, നിങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കൂ. കുടുംബം ഒരു 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 കെണിയാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നിങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് 1970 ഹിപ്പി കൾച്ചർ, ഹിപ്പി സംസ്കാരം എന്ന് പറയുന്ന അതിന്റെ കൊടുങ്കാറ്റ് ഇപ്പോൾ യൂറോപ്പിൽ, അമേരിക്കയിൽ ആഞ്ഞടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അഗ്നിയെ പോലെ, തീയെ പോലെ 1970 എല്ലാവരെയും പിടികൂടിയ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു തീയായിരുന്നു ഹിപ്പി സംസ്കാരം എന്ന് പറയുന്നത്. അവരങ്ങനെ കല്യാണം കഴിക്കാതെ കഞ്ചാവ് അടിച്ച് കള്ളു ഓടിച്ച് അവരുടെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് അനുഭവിച്ച ദുരന്തം നമ്മുടെ നാട്ടിൽ വരാൻ നമ്മൾ സമ്മതിക്കരുത്. ഒരു 15 വർഷം മുമ്പ് ഖത്തറിലേക്ക് ഒരു ടൂർ പോയിരുന്നു, ഒരു 15 ദിവസത്തെ. ശാന്തപുരത്ത് പഠിച്ചു കഴിയുമ്പോൾ അവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസരത്തിൽ 4-5 പേര് പോയപ്പോൾ ഞങ്ങൾ പോയിരുന്നു. അവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അതിഥികളായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ യൂറോപ്പിലെ പല ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ കള്ളുകുടിക്കേണ്ട ചെറിയ രഹസ്യമായിട്ടുള്ള ക്ലബ്ബുകളൊക്കെ അവിടെ ഉണ്ട്. പാട്ട് പാടാനുള്ള സാങ്കേതിക ബാറുകളൊക്കെ അതിന്റെ ഉള്ളിലുണ്ട്. ഏറ്റവും ടോപ്പ് ലെവലുള്ള ലോഡ്ജിലായിരുന്നു, ഇതിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ 19 വയസ്സുള്ള സ്പെയിൻകാരനായ ഒരു ചെറുപ്പക്കാരനെ, 19 വയസ്സായിട്ടുള്ളൂ,
അവനെങ്ങനെ പരിചയപ്പെട്ടിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ബൊഫെ ആ സന്ദർഭത്തിൽ രാവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാന് പോവാണ്. അപ്പൊ എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചപ്പോ എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് പോണം. അപ്പൊ 19 വയസ്സായിട്ടുള്ളൂ, അന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ 19 വയസ്സുള്ള ചെങ്ങായിനോട് ഒരു കൗതുകം കൊണ്ട് അവനോട് ചോദിച്ചു, ആ ഗേൾ ഫ്രണ്ട് എവിടെയാണ്? അപ്പൊ ഇവിടെ ആസ്ട്രേലിയ ഏതൊരു സ്ഥലത്താണ് പറഞ്ഞത്. അവിടുത്തെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ഇവന് 19 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് ഫാദർ അറിഞ്ഞാൽ പ്രശ്നവുമില്ലേ, മദർ അറിഞ്ഞാൽ പ്രശ്നവുമില്ലേ? അപ്പൊ ഈ കുട്ടി ഒരു പ്രശ്നമില്ലാതെ മറുപടി പറഞ്ഞെന്താരോ, മദറിന് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഫാദറിന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഇവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, എന്നാൽ ബെസ്റ്റി ആയിട്ട് ജീവിച്ചതാണ്. ബെസ്റ്റി, അവളെ നാട്ടില് ബെസ്റ്റി എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു പ്രയോഗമാണ്. ബെസ്റ്റി ആയിട്ട് ജീവിച്ചു, മറ്റേ വാപ്പയമ്മയും ബെസ്റ്റി ആയിട്ട് ജീവിച്ചു, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുണ്ടായി. പിന്നെ നേരത്തെ ഹിപ്പി കൾച്ചർ ആണല്ലോ അവർക്കുള്ളത്, സ്വതന്ത്രമായിട്ട് ജീവിക്കൂ, ആ കുട്ടി എവിടെയെങ്കിലും ഏൽപ്പിച്ചു, അവനിഷ്ടമുള്ളത് പോലെ പോട്ടെ. എന്നിട്ട് ഈ സ്ത്രീ വേറെ ഏതൊരു പുരുഷന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകണം. ഈ കുട്ടി എന്നോട് പറഞ്ഞതാണ്, എന്റെ മദർ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ്, എന്റെ ഫാദർ വേറെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെയാണ്. ആ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വരുത്താനുള്ള LGBT പോലെയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ്. ഡോണ്ട് മാരി, ബി ഹാപ്പി. ഒരു മാഗസിനിൽ വന്ന 3 ആഴ്ച മുമ്പ് ഒരു മാഗസിനിൽ വന്ന, ഒരു പക്ഷെ ആ മാഗസിൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു മാഗസിനിൽ വന്ന പ്രധാനപ്പെട്ട ഹെഡിങ് വാരികയിൽ വന്നത് ഡോണ്ട് മാരി, ബി ഹാപ്പി. എന്നിട്ട് എന്റെ ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത് വിവാഹം കഴിക്കാത്ത ആളുകളുടെ സന്തോഷ നിമിഷങ്ങൾ. അപ്പൊ കല്യാണം കഴിക്കരുത്, നിങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കൂ എന്ന് യൂറോപ്പിൽ പറഞ്ഞ ആ കൾച്ചർ നമ്മുടെ നാട്ടിൽ വരുന്നതിന് തടസ്സം നിർത്തേണ്ടത് ഇബാദത്താണ് ഈ കുടുംബ മേഖല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അതിവിടെ വരാൻ സമ്മതിക്കാൻ പാടില്ല. അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. ഈ കുടുംബഘടന ഇവിടെ നിലനിർത്താൻ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് എന്തെന്നല്ല, അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇപ്പോ 60 വയസ്സ് 58 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ആവും. ഇവിടെ ആരെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് ആളുകളുണ്ടോ? കഴിഞ്ഞോ? റിട്ടയർ ആയ ആളുകൾ ഉണ്ടാവും അല്ലെ? അവർ റിട്ടയർ ആയി കഴിഞ്ഞാല് എല്ലാരും വിളിച്ചു ചേർത്തിട്ട് അവരോട് പറയും, എന്ത്, ഇവര് ഇത്ര സേവനങ്ങൾ ചെയ്തിരുന്നു, കുറച്ച് എന്തെങ്കിലും മെമന്റുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കും. ഈ കൊടുത്ത് ഒഴിവാക്കുകയാണ് സംഭവം. ഇനി നിങ്ങളവിടെ പറ്റൂല എന്നാ പറഞ്ഞത് അർത്ഥം. നിങ്ങളുടെ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ പറ്റില്ല. പക്ഷെ റിട്ടയർ ചെയ്തിട്ട് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു സ്കൂളിലേക്ക് റിട്ടയർ ചെയ്ത അധ്യാപകർ വന്നു കഴിഞ്ഞാൽ, എന്തൊക്കെ മാഷെ സുഖം തന്നെയല്ലേ, 1 2 പ്രാവശ്യം ചോദിക്കുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം ഈ ചെങ്ങൈ എന്താ പിന്നെ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു മൈൻഡിലാണ് ആളുകൾ മൈൻഡ് ചെയ്യുക. ചായ പോലും വേണമെന്ന് ചോദിക്കൂല. മാക്സിമം 2 പ്രാവശ്യം തിരിച്ചു വരാം, പക്ഷെ സുഖം തന്നെയല്ലേ, കുട്ടികളും മക്കളൊക്കെ സുഖം തന്നെയല്ലേ ചോദിക്കും. 3ാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യൂല, അത് കഴിഞ്ഞു. നേരെ മറിച്ച് 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സായി കഴിഞ്ഞാലും മക്കള് പറയും, നിങ്ങൾ എവിടെയും പോണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, അതാണ് ഞങ്ങളുടെ സന്തോഷം. അത് വീട്ടിൽ നിന്നേ കിട്ടൂ. 60 വയസ്സും 65 വയസ്സായി കഴിഞ്ഞാൽ പരിഗണന കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് വീട് മാത്രമാണ്. നമ്മൾ റോഡ് സൈഡിലൊക്കെ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പറയും എന്താ അത് കുറച്ച് കിറുക്കാണ്, 1 റുപ്യക്ക് 10 പൈസന്റെ കുറവുണ്ട്, അങ്ങനല്ലേ നമ്മൾ പറയാം. 1 റുപ്യക്ക് 10 പൈസന്റെ ഒരു കുറവുണ്ട്, അയാൾക്ക് കിറുക്കാണ്, അയാൾ ഭ്രാന്തനാണ്. പക്ഷെ കുടുംബഘടനയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അതിന്റെ അമ്മാവനാന്നേ പറയുള്ളൂ. അയാൾക്ക് 10 പൈസക്ക് കുറവുണ്ടെന്ന് പറയില്ല. എന്റെ എളാപ്പയാണ്, എന്റെ മൂത്താപ്പയാണ്, എന്റെ വാപ്പയാണ്, എന്റെ അഞ്ചനാണ്, എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണെന്ന് മാത്രമേ പറയൂ. ഒരു കല്യാണ സദസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ആദരിക്കുന്നത് അയാളുടെ കുടുംബക്കാർ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെയാണ് ഈ ഭ്രാന്തന്മാർ എന്ന് പറയുക. കുടുംബഘടനയിൽ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണത്, വേറെ എവിടെയും കിട്ടില്ല, ഈ സുഹൃത്തുക്കളും കിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കുന്നത് നമ്മുടെ കുടുംബക്കാർ മാത്രമായിരിക്കും. അമ്മായിമ്മ ഇളയച്ചി പറയില്ലേ, ഇളച്ചി മരുമകളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞു പോകുന്ന അമ്മായിമ്മമാര് മനസ്സിലാക്കണം, അവർക്ക് കിടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ നോക്കാൻ ആ മരുമകളെ വരുള്ളൂ, അയൽവാസി വന്ന് നോക്കൂല, പുറത്തുള്ള ആളുകൾ നോക്കൂല, സംഘടനാ നേതാക്കൾ വന്നിട്ട് നോക്കൂല. സംഘടനാ നേതാക്കൾ വന്നിട്ട് എന്തൊക്കെ സുഖം ചോദിക്കാന്നല്ലാതെ അവരെ പരിചരിക്കുന്ന ആളുകൾ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. മകളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഉമ്മമാര് ഉപ്പമാര് മനസ്സിലാക്കണം, അവരെ നോക്കാൻ അവസാനം ഉണ്ടാവുക മക്കൾ തന്നെയായിരിക്കും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇതാണ്, ഒരു 90% ഇങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട്. റയർ കേസുകളൊക്കെ ഉണ്ടാവും, മക്കൾ നോക്കാത്തവരൊക്കെ ഉണ്ടാവാം, പക്ഷെ 90% കുടുംബഘടനയിലാണ് ഈ സുഖം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് തന്നെ കോവിഡ് വന്ന സന്ദർഭത്തിൽ ഇക്ര ഹോസ്പിറ്റലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ വന്ന സന്ദർഭത്തിൽ ICUവിൽ എന്നെ കടത്തി.
കുറെ നേരം ശബ്ദമുണ്ടാക്കിയ വേദന കൊണ്ട് കരയുന്ന കുറെ ആളുകളൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഒരാളും ശബ്ദം കേൾക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും അയാള് മരണപ്പെട്ടിട്ടാണ് പോയത്. ഇങ്ങനെ ഓരോരുത്തരും മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് മാത്രല്ല, അവിടെ എന്നെ നോക്കാൻ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് എന്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ വന്നിട്ട് കോവിഡ് ഉണ്ടായി. വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് കാണുമ്പോ മരിക്കാൻ സാധ്യതയുണ്ട് കോവിഡ് വന്നാൽ എന്ന് മനസ്സിലാക്കിയിട്ടും എന്റെ കൂടെ നിൽക്കണം എന്ന് തോന്നണമെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് ആ രംഗത്തേക്ക് കടന്നു വരുള്ളൂ. എന്റെ അനുജനും തന്നെ 20 ദിവസം ബിസിനസ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നു. അപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം, കുടുംബക്കാരാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിക്കുക. അതാണ് 90% ഒരു നോർമൽ നടക്കുക. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതും കുടുംബഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇബാദത്തായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ മക്കളെ വാപ്പമാരെ നോക്കുന്ന വിഷയത്തിൽ ഞാനിവിടെ ഇത് പറയേണ്ടത്, വാപ്പമാരെയും ഉമ്മമാരെയും നോക്കേണ്ട വിഷയത്തിൽ പലപ്പോഴും പല മക്കളും എന്ത് നിലപാടെടുക്കുന്നത്? മാമൂലുകളാണ്, ഇബാദത്തല്ല. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലെ, നമ്മുടെ പ്രയോറിറ്റിയിൽ യഥാർത്ഥത്തിൽ ഭാര്യ ഒപ്പം ഉണ്ടാവും, ഭർത്താവ് ഒപ്പം ഉണ്ടാവും, മക്കളും ഒപ്പം ഉണ്ടാവും. പക്ഷെ നമ്മുടെ അവകാശത്തിന്റെ പ്രയോറിറ്റിയിൽ ഖുർആൻ എവിടെയൊക്കെ പറയുന്നുണ്ടോ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം വാപ്പയും ഉമ്മയാണ് ആദ്യം പറയുന്നത്. എപ്പോഴും വാപ്പയും ഉമ്മയും ഒപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ബാധ്യതകൾ തീർക്കേണ്ട വിഷയത്തിൽ വാപ്പയും ഉമ്മയാണ് പ്രഥമ സ്ഥാനമുള്ളത്. അത് കൊടുക്കണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മാതാപിതാക്കളെ നോക്കുന്ന ഇബാദത്താണ്, ആരാധനാ കർമ്മങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് വാപ്പയും ഉമ്മയും നോക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് കുടുംബഘടന ഏറ്റവും സൂക്ഷ്മമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ഒരു കട്ടില് വാങ്ങി, വലിയൊരു കട്ടിലാണ്. അത് വാങ്ങി ഉഷാറായിട്ട് ഞാൻ ഇങ്ങനെ കിടക്കണം. അവിടെ കിടക്കുമ്പോ എന്റെ മകൻ, ചെറിയ മകനുണ്ട്, 1ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് വന്ന് കടന്നു. അപ്പൊ അതിന്റെ മുകളിലുള്ള ജ്യേഷ്ഠത്തിമാരുണ്ട്, അവരതിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് കിടക്കാൻ നോക്കുന്ന സമയത്ത് അവൻ ഇറങ്ങി നിന്നിട്ട് അവരൊക്കെ തള്ളി മാറ്റി. അത് അബി എന്നാണ് എന്നെ വിളിക്കുക, അബിയെന്നാ വിളിക്കുക. ഞാൻ അബി മാത്രം, എന്റെ അബിയാണ്. നിങ്ങളൊന്നും അബിയല്ല, എന്റെ അബിയാണ്. നിങ്ങൾ ആരും ഇവിടെ കിടക്കണ്ട. ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും മക്കള്, ഇല്ലേ? മക്കള് ചെറുതാകുമ്പോ സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്. അപ്പൊ വെറുതെ ജ്യേഷ്ഠന്മാര് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അബിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ദേഷ്യം വരും. അവർക്ക് പറ്റി ഇടി കൊടുക്കും. നിങ്ങളുടെ അബിയല്ല, നിങ്ങളുടെ ഉമ്മയല്ല, എന്റെ അബിയാണ്, എന്റെ ഉമ്മയാണ്. ഇത് ഭയങ്കര വാശിയാണ് മക്കൾക്ക് ചെറുപ്പത്തിൽ. പക്ഷെ വലുതാകുമ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയാ? ഓന്റെ കൂടി വാപ്പല്ലേ അത്, ഓന് നോക്കണ്ട, ഞാൻ മാത്രം നോക്കിയാൽ മതി. ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ചെറുപ്പത്തിൽ അള്ളാഹു പഠിച്ച ഫിത്രത്ത്, ആ ഇബാദത്ത് പൂർണ്ണമാണ്. ചെറുപ്പത്തിൽ അള്ളാഹുവിന്റെ ഫിത്രത്തിലാണ് മക്കളുള്ളത്. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഇബാദത്താണ്. പക്ഷെ വലുതാകുമ്പോ പിശാചിന്റെ പ്രലോഭനങ്ങൾ വന്നു, ഇബാദത്തിന് തടസ്സമായി. അപ്പോൾ ഇളയച്ചി പറയും, മൂത്തച്ചി പറയും, ഇടയച്ചി പറയും, ഓലി കൂടി വാപ്പല്ലേ, ഓലി കൂടി ഉമ്മല്ലേ, അയാൾ കൂടി നോക്കണ്ടേ, നമ്മൾ മാത്രം നോക്കിയാൽ മതിയോ എന്ന വസ്വാസ് പിശാച് അവിടെ ഉണ്ടാക്കും, സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നോക്കും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഷെയ്ഖ്, ഒരു മുഫ്തി ദേഷ്യപ്പെടുന്നുണ്ട്, ഒരാൾ ഫോണിൽ വിളിക്കും. അറബിയിലുള്ള ഒരു ഫോൺ കോളാണ്, സൗദിയിലുള്ള ഒരു ഫോൺ കോളാണ്. അപ്പൊ ഒരാൾ വിളിച്ചിട്ട് ഈ മുഫ്തിനോട് ചോദിക്കുകയാണ്, എന്റെ ഉമ്മ എന്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്തോ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാര്യ ഉമ്മയോട് പെരുമാറുന്ന വിഷയത്തിൽ എന്തോ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മകൻ വിളിക്കുകയാണ്. അയാളുടെ ഭാര്യ ഉമ്മയോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഉമ്മ അയാളോട് മോശമായിട്ട് പെരുമാറുന്നു, എന്തോ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വിളിക്കുന്നത് ഫോൺ കോളിൽ. അപ്പൊ മുഫ്തിനെ വിളിക്കുകയാണ്, എന്റെ ഉമ്മ എന്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ അയാള് ഈ മുഫ്തി പറയാണ്, ഒന്നുകൂടി ചോദ്യം ചോദിക്ക്. അപ്പൊ ഇയാള് പറയുന്നുണ്ട്, എന്റെ ഉമ്മ എന്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ വീണ്ടും ഇയാള് വീണ്ടും ചോദിക്കാൻ പറയും. അങ്ങനെ 3-4 വട്ടം ചോദിക്കും. അപ്പൊ 3-4 പ്രാവശ്യവും ഇയാള് പറയും, എന്റെ ഉമ്മ എന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന്. അപ്പൊ മുഫ്തി പറയും, ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നീ ഒരു ഈഗോയിൽ സംസാരിക്കണം. നിന്റെ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഉമ്മ ഔദാര്യത്തിന് നിന്റെ കൂടെ താമസിക്കുന്നുണ്ട്,
അതാണ് നിന്റെ മൈൻഡിൽ. ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും പ്രശ്നം അങ്ങനെയാണ്. നിങ്ങൾ പറയേണ്ടത് അങ്ങനെയല്ല, എന്റെ ഉമ്മാന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറയുന്നതോടുകൂടി പ്രശ്നം തീർന്നു. എന്റെ ഉമ്മാന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന വാചകം നീ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിന്റെ ഭാഷയിലുള്ളത് നിന്റെ ഭാര്യന്റെ കൂടെയും നിന്റെ കൂടെയാണ് നിന്റെ ഉമ്മ താമസിക്കുന്നത് എന്ന് പറയുന്നതോടുകൂടി പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലായി എന്ന് മുഫ്തി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെ? പലപ്പോഴും ആളുകൾ ചോദിക്കാറില്ലേ എങ്ങനെയാണ് വിത്ത് നിസ്കരിക്കേണ്ടത്? അപ്പൊ ഒരു വസ്വാസ് തീരില്ല. അങ്ങനെയാണല്ലോ വിത്ത് നിസ്കരിക്കേണ്ടത്. ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തവാഫ് ഇവിടുന്നാണ് തുടങ്ങേണ്ടത്, അവിടുന്നാണ് തുടങ്ങേണ്ടത്. നമ്മളെ വസ്വാസുകൾ നമ്മൾ തീരില്ല. നല്ല വസ്വാസുകൾ തന്നെയാണത്. എന്തുകൊണ്ടാണ്? അതൊരു ഇബാദത്താണ്. പടച്ചോൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല. ഇതേപോലെ അപ്പയും ഉമ്മയും നോക്കുക എന്നുള്ളത് ഇബാദത്താണെന്ന് മനസ്സിലാക്കിയാൽ അത് സമ്മതിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഏറ്റവും സുഖസുന്ദരമായിട്ട് പെരുമാറാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ഇബാദത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രവാചകന്മാര് എല്ലാം കുടുംബജീവിതത്തെ കണ്ടിട്ടുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്തിനുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്രക്ക് സുന്ദരമായിട്ട് മക്കളോടും ജ്യേഷ്ഠാനുജന്മാരോടും ഭാര്യയോടും ഭർത്താക്കന്മാരോടൊക്കെ ഏറ്റവും സുഖസുന്ദരമായിട്ട് പെരുമാറുന്നത്. മക്കളെ നോക്കുന്നതും ഇബാദത്താണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ടാകും. ചില പെൺകുട്ടികൾ സ്കൂളിൽ പറയാറുണ്ട്, ഞാൻ വെറുതെ ചോദിക്കും, ഏറ്റവും ഇഷ്ടം ആരെയാണ്, ഏറ്റവും ദേഷ്യം ആരെയാണ്? അപ്പൊ പല കുട്ടികളും പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറയുള്ളൂ, എനിക്ക് ഏറ്റവും ദേഷ്യം ഉമ്മാനോടാണ്. ഉമ്മാനോടെ ഭയങ്കര ദേഷ്യം എന്ന് പറയും. അപ്പൊ എന്താ സംഭവം എന്ന് അന്വേഷിച്ച് നോക്കുമ്പോ എന്താന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും ചില ആളുകൾ പറയുന്നതാണ്, എപ്പോ നോക്കിയാലും ഇതൊരു പെൺകുട്ടിയല്ലേ, ഇതൊരു പെൺകുട്ടിയല്ലേ, ഇതൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ നെഗറ്റീവായിട്ട് പെൺകുട്ടികളാണെന്ന് പറയാം. നെഗറ്റീവായിട്ട് എന്റെ ഉമ്മ എന്നോട് ഇങ്ങനെ ഇടക്കിടക്ക് പെൺകുട്ടിയല്ലേ എന്ന് പറയുന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അതൊരു പിന്നെ എന്താണ് പറയാ, അനീതി പാടില്ല, അവരോട് വേർതിരിവ് പാടില്ല. അവരെല്ലാവരും ഒരേ മക്കളാണ് എന്നൊരു പോസിറ്റീവ് സൈഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്, ഇഅ്ദിൽ, നീതി കാണിക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇഅ്ദിൽ. ഒരാള് ചെരുപ്പ് വാങ്ങി പോകുമ്പോ ഒരു മകനാണെന്ന് പറഞ്ഞില്ലേ, ഒരു മകനാണെന്ന് പറഞ്ഞപ്പോ വേറെ എത്ര മക്കളുണ്ട് എന്ന് വെച്ചപ്പോ ആ മക്കൾക്കൊക്കെ അത് വാങ്ങിയോ? ഇല്ല. എന്നാൽ അവർക്ക് കൂടി വാങ്ങിക്കൊടുക്ക്. ഇഅ്ദിൽ. എന്തുകൊണ്ടാണ്? ഇതൊരു ഇബാദത്താണ്, ഇതൊരു സുന്നത്താണ്. ഇത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മക്കളോട് പെരുമാറാനുള്ള സംഗതിയല്ല. ഇവിടെ റസൂലിന്റെ സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് മക്കൾ സുരക്ഷിതമായിട്ട് വീട്ടിൽ അവർ നിലകൊള്ളുകയേ ഉള്ളൂ. ചിലപ്പോ ജ്യേഷ്ഠന്മാരോട് ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് പെരുമാറും. ഇപ്പോ പാപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്ത കുട്ടിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള മക്കൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുട്ടികൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. എന്റെ മൂത്ത കുട്ടിന്റെ ജ്യേഷ്ഠത്തിന്റെ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മ ഉള്ളൂ. എന്റെ വാപ്പാക്കും ഉമ്മാക്കും. ഇന്നോടൊന്നും വലിയ കാര്യമില്ല. ഞാൻ രണ്ടാമത് ജനിച്ചത് എന്റെ കുഴപ്പം. കുട്ടികൾ ചിന്തിക്കണാണത്. അപ്പൊ അവിടെ ഈ അനീതി കാണാൻ പാടില്ല. പെരുമാറ്റത്തിൽ അനീതി വരും. അനുയോജ്യത്തോടുകൂടി പെരുമാറാൻ പാടില്ല. അത് സുന്നത്താണ്, ഇതൊരു ഇബാദത്താണ്. സുന്ദരമായിട്ട് പെരുമാറണം. എന്റെ വല്യമ്മാന്റെ ജ്യേഷ്ഠത്തിനായി കുഞ്ഞുട്ടിയമ്മായി ഞങ്ങൾ വിളിക്കാം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സുന്ദരമായിട്ട് ഞങ്ങൾ പെരുമാറും. ഞങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളെ കാണാനായിട്ട് വരും. ഞങ്ങൾ 5 ആൺകുട്ടികൾ എല്ലാവരും ഒപ്പം ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പൊ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വെറുതെ ചൂടാക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു, അല്ല എന്നാ കുഞ്ഞുട്ടിയമ്മായിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോടാണ്? അപ്പൊ എന്റെ ജ്യേഷ്ഠനുണ്ട് ബിഷ്റുദ്ദീൻ, ബഷീർ അല്ല, എന്റെ താഴെയുള്ള ബിഷ്റുദ്ദീൻ ഉണ്ട്. ബിഷ്റുദ്ദീനാണെന്ന് പറയും. ഞങ്ങൾ അവിടെ നെല്ലായിൽ അങ്ങനെ ജ്യേഷ്ഠൻ ബിഷ്റുദ്ദീനാണ്, ബിഷുറു ആണെന്ന് പറയും. എന്താ അങ്ങനെ ഓനോട് ഇഷ്ടം? ഓനെല്ലാം ആദ്യം കണ്ടെന്ന് പറയാം. ഓനെല്ലാം ആദ്യം കണ്ടെന്ന്. അപ്പൊ ഓനെല്ലാം ആദ്യം കണ്ടത് എന്നുള്ളത് കൊണ്ട് ആദ്യം ഇഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് ബാക്കിയുള്ളവരോട് അനിഷ്ടം പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പം അഞ്ചന്മാർക്ക് എന്ത് ചെയ്യും? ദേഷ്യം ഉണ്ടാവും. പിന്നെ വാപ്പയോടും ഉമ്മയോടൊക്കെ എന്തുണ്ടാവും? ദേഷ്യം വരും. അപ്പോ അനീതിയോടുകൂടി പെരുമാറാൻ പാടില്ല എന്ന് മക്കള് പാപ്പമാര് മനസ്സിലാക്കുന്നത് ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞാൽ, ഇത് പടച്ചോന് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള നിയമവും പടച്ചോന്റെ അടുത്തുണ്ട്. ആ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് മനസ്സിലാക്കിയാലാണ് നമ്മൾ ഈ ഭാഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോ യാക്കൂബ് നബി റോൾ മോഡലായിട്ട്, യൂസുഫ് നബി റോൾ മോഡലായിട്ട്, ഇബ്രാഹിം നബി റോൾ മോഡലായിട്ട് മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കൾ എന്ത് ചെയ്യേണ്ടി വരും? മനസ്സിലാക്കേണ്ടി വരും. നമ്മളെങ്ങനെ കോപ്പി ചെയ്യണവര് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെയാണ് നോക്കുന്നത്. നമ്മുടെ ഈമാന്, നമ്മുടെ സ്വർഗബോധം, നമ്മുടെ പരലോകബോധം, ഇത് എത്രമാത്രം ആത്മാർത്ഥമാണ് എന്നതനുസരിച്ചിരിക്കും മക്കൾക്കും അത് കിട്ടുക. നമ്മളെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നത്. നമ്മളെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വൈഫിന്റെ തന്നെ ഒരു കുടുംബത്തില് ഒരു 5-6 മക്കളുണ്ട്. 5-6 മക്കളുണ്ട്. ആ മക്കളെ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പിന്നെ നമ്മളൊക്കെ ഉമ്മയും ഉപ്പയായിട്ടൊക്കെ കളിച്ചിട്ടുണ്ടാവും.
അപ്പൊ കുട്ടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടീനെ ഇങ്ങനെ തൊട്ടിലാട്ടും. ഇങ്ങനെ ആട്ടിയിട്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. ഉമ്മനും ഉപ്പനെയും നമ്മൾ അഭിനയിക്കുകയാണ്, അങ്ങനെ കളിക്കും. അപ്പൊ ഈ എളാമ എങ്ങനെയാണ് കുട്ടികൾക്ക് പാല് കൊടുത്തിരുന്ന രംഗം ഈ മൂത്ത കുട്ടികൾ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അവര് ഉമ്മയായിട്ട് കളിക്കുന്നിടത്ത് അതിങ്ങനെ കാണും. അതെന്താന്ന് പറഞ്ഞാൽ 1 വയസ്സായപ്പോ കുട്ടി ഉണ്ടായി, 1.5 വയസ്സായപ്പോ വീണ്ടും കുട്ടികളുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മറ്റേ കുട്ടി തൊട്ടിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ പാല് കൊടുക്കുമ്പോൾ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എന്ത് ചെയ്യും? കരയും. അപ്പൊ ഈ പാല് കൊടുക്കുന്നിടത്ത് എഴുന്നേറ്റ് പോയിട്ട് തൊട്ടിലാട്ടണം എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് ഉമ്മ ആദ്യം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എളാമ ആ തൊട്ടിൽ ആദ്യം ഒരു കയറ് കെട്ടും. കയറ് കെട്ടിയിട്ട് ഇങ്ങനെ പാല് കൊടുക്കുമ്പോൾ തൊട്ടിൽ നിന്ന് ഉറക്കം ഉണരുമ്പോൾ കയറോട് ഇങ്ങനെ ആട്ടും ചെയ്യും. ഇതേപോലെയാണ് അവരുടെ മൂത്ത മക്കള് ഉമ്മയും ഉപ്പയായിട്ട് കളിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാണ്. അപ്പൊ നമ്മുടെ നിസ്കാരം, നമ്മുടെ പരലോകബോധം, നമ്മുടെ ഇബാദത്ത് മനസ്സ്, ഇതെല്ലാം കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെയാണ് ആദ്യം ട്രെയിൻ ചെയ്യേണ്ടി വരിക. ആ ഇബാദത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം യാക്കൂബ് നബിയിലുണ്ട്. യാക്കൂബ് നബി അത്രക്ക് സുന്ദരമായിട്ട് റോൾ മോഡലായിട്ട് ആ സഹോദരന്മാരോട് പെരുമാറിയത്, യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാരോട് പെരുമാറിയത് വളരെ സുന്ദരമായിട്ട് ഈ സൂറത്ത് യൂസുഫിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രക്ക് ക്ഷമയോടുകൂടി യാക്കൂബ് നബി അത് പെരുമാറുന്നു. അപ്പൊ റോൾ മോഡൽ ആവേണ്ടി വരും. നമ്മൾ രക്ഷിതാക്കൾ റോൾ മോഡൽ ആവേണ്ടി വരും. അതാണ് നമ്മുടെ മക്കളുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവരോട് ഏറ്റവും സുന്ദരമായിട്ട് പെരുമാറുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ട് ഖുർആനും സുന്നത്തിന്റെയും നിയമങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഈ ഇബാദത്ത് ശരിയാക്കാനുള്ള ശ്രമം നടത്തണം. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഏതാന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും അവര് പെരുമാറേണ്ടതും മാമൂലുകൾക്കനുസരിച്ചല്ല, അവര് പെരുമാറേണ്ടതും സുന്നത്തനുസരിച്ചാണ്. അതൊരു ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ വല്ലാതെ ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചില കുട്ടികൾ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയില്ല. ഉത്തരം ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് പറയാ. അവര് ശബ്ദം പുറത്തേക്ക് വരില്ല. 1-2 കുട്ടികളുടെ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ കൗൺസിലറോട് ചോദിച്ചിരുന്നു. സൈക്കോളജിക്ക് പഠിച്ച കൗൺസിലർമാരുണ്ടാവും സ്കൂളിൽ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അങ്ങനെ ചില കുട്ടികൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടികളുടെ വീട്ടിൽ ഒന്നില്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വെല്ലിപ്പയോ വെല്ലിമ്മയോ അവിടുത്തെ കാരണവരായിട്ട് ഈ കുട്ടിക്ക് തോന്നുന്ന, ആ കുടുംബനാഥനായിട്ട് കുട്ടിക്ക് അനുഭവപ്പെടുന്ന ഒരാൾ വല്ലാതെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും, ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അത് കണ്ട് പേടിച്ചിട്ട് സംസാരിക്കാൻ പേടിയോടുകൂടി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളാണ് മിണ്ടാണ്ടിരിക്കുക. താങ്കളെ കാണുമ്പോ, അധ്യാപകനെ കാണുമ്പോ, അധ്യാപികയെ കാണുമ്പോ ആ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആ ഗൃഹനാഥന്റെ സ്ഥാനത്തേക്ക് താങ്കളെ ആ കുട്ടിക്ക് എന്ത് ചെയ്യും? തോന്നും. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നം കുട്ടികൾ എന്ത് ചെയ്യും? ബാധിക്കും. നേരെ മറിച്ച് അവർ തമ്മിലുണ്ടാകുന്ന സൗഹാർദ്ദമോ, അവർ തമ്മിലുണ്ടാകുന്ന ഇഷ്ടമോ, പാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന സ്നേഹമോ, ആ സ്നേഹപ്രകടനം കുട്ടികളെയും പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇഷ്ടത്തോടു കൂടി സോഫ സെറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കട്ടിൽ കടന്നുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ സന്തോഷപൂർവ്വം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ അതിന്റെ ഇടയിലേക്ക് ചാടി വന്ന് കിടക്കും. എന്തിനാണ് അതിന്റെ ഇടയിലേക്ക് വന്ന് ചാടി കിടക്കുന്നത്? എന്റെ ഉപ്പയും ഉമ്മയും വല്ലാത്ത സ്നേഹത്തിലാണ്, എന്റെ ഉപ്പയും ഉമ്മയും സ്നേഹത്തിലാണ്. ആ സ്നേഹം കണ്ടിട്ട് വല്ലാത്ത സന്തോഷമുള്ളത് കൊണ്ടാണ് അതിന്റെ ഇടയിലേക്ക് കുട്ടികൾ വന്നിട്ട് കിടക്കുന്നത്. ഇത് കുട്ടിയെ എന്ത് ചെയ്യും? വല്ലാത്ത പോസിറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ, വാപ്പയും ഉമ്മയും തമ്മിൽ പെരുമാറേണ്ട സുന്നത്ത് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളെയും ബാധിക്കും, നമ്മുടെ വ്യക്തിപരമായ പരലോകത്തെയും അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ പോവാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അത് മാമൂലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗൾഫിൽ നിന്ന് വിളിച്ചു പറയുന്നത് മാമൂലുകളാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്, സുന്നത്തുകളല്ല. ഇബാദത്ത് മനസ്സോടുകൂടിയല്ല വിവാഹം കഴിച്ചിട്ടുള്ളത്. വിവാഹത്തിന് ശേഷമുള്ള പെരുമാറ്റവും ഇബാദത്തി മനസ്സോടുകൂടിയല്ല, മാമൂല് മനസ്സോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചാൽ മതിയാവും. ഏറ്റവും പ്രധാനമായിട്ട് അത് മക്കളെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ബാധിക്കുക. ഇപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ചോദിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറുമ്പോ എന്ത് ദിക്ർ ചൊല്ലിയിട്ട് കയറാനാ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടല്ലേ കയറേണ്ട വീട്ടിലേക്ക്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെയും ദിക്റുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ അമൽ എന്തായിരുന്നു? നിസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിസ്കരിക്കണേ. ആര് ചോദിച്ചാലും ഉത്തരം പറയും, ഇല്ലെ? ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം, നമ്മൾ നിസ്കരിക്കും. നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല അതില്.
ഒന്നു കൊടുക്കണം അല്ലെ? ഇതൊക്കെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബജീവിതത്തിലെ ഇബാദത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അമൽ ഏതാണ്? പോരായ്മകളൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. എപ്പോഴും റസൂൽ ചെയ്ത തന്നെ എല്ലാവരും ചെയ്തോളണമെന്നില്ല. പക്ഷെ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അമൽ പല്ല് തേക്കലായിരുന്നു. രണ്ടാമത്തെ അമലിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ അമൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അമൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കാനായിരുന്നു. ഇത് വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ പല പ്രശ്നങ്ങളുമായിട്ടാണ്, ഒച്ചപ്പാടോടുകൂടിയാണ് കയറി വരുന്നത്. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജീവിതം നമ്മൾ പഠിക്കേണ്ടി വരുമല്ലോ. അത് കിട്ടുന്നതോടുകൂടി അവിടെ ആ ഭാര്യ അനുഭവിക്കുന്ന ഒറ്റക്കായതിന്റെ പ്രശ്നം, ജോലി തിരക്കിന്റെ പ്രശ്നം, അല്ലെങ്കിൽ കുടുംബക്കാരെന്തെങ്കിലും മോശമായി പെരുമാറിയതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അമ്മോശം കാക്ക മോശമായി പെരുമാറിയതിന്റെ വിഷയം, അല്ലെങ്കിൽ ഇളച്ചെന്തോം ചെയ്തതിന്റെ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്നിടയിലാണ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്ന് പല്ല് തേച്ചിട്ട് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുന്നത്. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും. ഇത് റസൂലിന്റെ ഒരു സുന്നത്താണ്. എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ഞങ്ങൾ കാസർഗോഡ് താമസിക്കുമ്പോൾ വീട്ടിലേക്ക് ഉപ്പ വരും. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരിക. വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എനിക്കിപ്പോ അത് ഓർമ്മയുണ്ട്. ചിലപ്പോ ഒരു 4-5 വയസ്സിന്റെ ഇടയിലുള്ള പ്രായത്തിലായിരിക്കും അത്. അതിനുശേഷവും അവങ്ങനെ ഞങ്ങൾ വരിയായിട്ട് 3-4 കുട്ടികൾ ഇങ്ങനെ ഇരിക്കായിരിക്കും. വാപ്പ വന്നു കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കും, ഉമ്മ തരും. എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചാടി കളിച്ചിട്ട് ഉപ്പയോട് പറഞ്ഞിരുന്നത് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മ നിൽക്കുന്നുണ്ടാവും. ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി പറയും ഞങ്ങള്. അപ്പൊ ഉപ്പ ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കും. അപ്പൊ ഉമ്മാന്റെ ഒരു ഉമ്മ ഉണ്ട് അവിടെ, വെല്ലിമ്മ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്നത്, വെല്ലിമ്മ. അപ്പൊ ഞങ്ങൾ ഒരു വെല്ലിമ്മക്കൊരു ഉമ്മ കൊടുക്കാറ്, ചെറിയ കുട്ടികളാകുമ്പോൾ ഉള്ളതാ. അപ്പൊ ഉമ്മ പറയും അത് ഞാൻ കൊടുത്തോണ്ട് പറഞ്ഞിട്ട് ഉമ്മ വെല്ലിമ്മക്കൊരു ഉമ്മ കൊടുക്കും. ഇത് വല്ലാത്തൊരു പോസിറ്റീവാണ് മക്കളിൽ ഉണ്ടാക്കുക. പല ആളുകൾ പറയും മക്കളെ മുമ്പിൽ ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കേ, ഇതിനേക്കാളും വലിയൊരു മോശപ്പെട്ട പണി വേണം എന്താ? മക്കളെ മുമ്പിൽ വെച്ചിട്ട് അനാവശ്യം വിളിക്കാൻ യാതൊരു മടിയില്ല. മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യയ്ക്ക് 2 കൊടുക്കാനൊരു മടിയില്ല. നേരെ മറിച്ച് മക്കളെ മുമ്പിൽ വെച്ചിട്ട് റസൂലിന്റെ സുന്നത്ത് നടപ്പിലാക്കുന്നിടത്ത് വല്ലാത്തൊരു പ്രയാസം നമുക്ക് ഉണ്ടാകുക. അപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിരുന്നു എന്നുള്ള ഹദീസ് ഉണ്ട്. അവർ ഓട്ട മത്സരം നടത്തിയിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. മസ്ജിദുൻ നബവിയില് പെരുന്നാൾ സന്ദർഭത്തിൽ അബ്സീനയിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു ആരവിടെ ഡാൻസ് കളിക്കുന്നത് വള്ളിയിൽ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അവർ കളിച്ചോട്ടെ പെരുന്നാൾ ദിവസമല്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്ത സംഭവം ഉണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി ഇത് ആയിഷക്കും കാണാൻ പൂതി ഉണ്ടാവുമല്ലോ, ആയിഷ എനിക്ക് കാണണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ ഒരു മതിലുണ്ട്, അത് ഹദീസിലുള്ളൂ. ഇപ്പൊ മതിലില്ല. റൂമിന്റെ അപ്പുറത്തെ ഒരു മതിലുണ്ടായിരുന്നു. ഈ മതിലിന്റെ അടുത്ത് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ആ കർട്ടൻ പൊക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തോള് കാണിച്ചു കൊടുത്ത് ആയിഷ ബീവി ഇങ്ങനെ പൊന്തി നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളത്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ദിഖൻ ഇവിടെ ഇങ്ങനെ വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം എന്നോട് ചാരി വെച്ചു, അതിങ്ങനെ കണ്ടു നിന്നു എന്ന് പറയുന്നു. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃകയാണ്. പലപ്പോഴും ഭർത്താക്കന്മാരത് ചെയ്യില്ല. ഭാര്യമാരോട് പറഞ്ഞ കാര്യങ്ങൾ ഭാര്യമാരും ചെയ്യില്ല. അതുകൊണ്ടുണ്ടാക്കുന്ന കുറെ ദുരന്തങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് ആണുങ്ങളോട് പറയേണ്ടതല്ല, ശരിക്കും പെണ്ണുങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ആവശ്യങ്ങൾ എന്താണ്, പുരുഷന്മാർ എന്തിനാണ്, പുരുഷന്മാർ കുടുംബത്തിലെ മേഖല എന്താണ് എന്ന് സ്ത്രീകൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളെ പെൺകുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറയാണ്, കല്യാണം കഴിച്ചു വിടുന്ന പെൺകുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് പറയാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. 5 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാർ വീട്ടിലെ ഖവ്വാമികളാണ്, അവരാണ് അവിടുത്തെ ഗൃഹനാഥന്മാർ. റേഷൻ കാർഡിൽ ഗൃഹനാഥ എന്ന് എഴുതി വെച്ചതുകൊണ്ട് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളെ നോക്കേണ്ട ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രയാസം സഹിക്കേണ്ട ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ്. അവരാണ് അവിടുത്തെ കെയർ ടേക്കേഴ്സ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് അള്ളാഹു പടച്ച പ്രകൃതത്തിൽ പുരുഷന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പ്രകൃതത്തെ മോശമാക്കിയിട്ട് ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറിയാൽ, ഒരു ഉമ്മ ഉപ്പയോട് പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവായിട്ട് ബാധിക്കുക മക്കളിലാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പെൺകുട്ടികളെ കെട്ടിവെച്ചേക്കുന്ന പെൺകുട്ടികളോട് ഉപദേശിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അവര് സ്ത്രീകൾ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്ത്രീകളുണ്ടോ പരിപാടിയിൽ?
അവര് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഭർത്താവ് ഒരു കാര്യം പറയണ വീട്ടില്, നമ്മളെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാം. അപ്പൊ ഭാര്യ ഉടനെ പറയാണ്, എന്താ ഇംഗ്ലീഷിൽ മീഡിയത്തിൽ ചേർക്കണ്, ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാം, എന്നാ ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാം. അത് കുട്ടികൾ കാണുകയാണ്. ഒരു ഉദാഹരണത്തിന് പറയാം, എന്ത് പറഞ്ഞാലും ഭാര്യ ഭർത്താവ് പറയുന്നതിനെ അംഗീകരിക്കാതെ കുട്ടികളെ വളർത്തുന്ന ഒരു സ്വഭാവമുള്ള പ്രകൃതം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇത് അർറിജാല ഖവ്വാമൂന അലൻ നിസാഇന് വിരുദ്ധമാണ്. അത് കുട്ടികളെ ദോഷമായിട്ട് ഭാവിക്കും, വല്ലാതെ ഭവിക്കും. അതെന്താണ് ഉദാഹരണം പറഞ്ഞാൽ, സൈക്കോളജി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വാപ്പയെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട് മക്കൾക്ക്. അതെന്താന്ന് പറഞ്ഞാൽ, അത് വലത്തെ ഭാഗത്താണ് വാപ്പയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുക. വാപ്പയാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന ബോധ്യം വലത്തെ ഭാഗത്തുണ്ട് എന്നാ പറയുന്നത്. ഇടത്തെ ഭാഗത്ത് ഉമ്മയെ കുറിച്ചുള്ള സങ്കല്പമാണ് ഉണ്ടാകുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഉമ്മ എന്ന് പറയുന്ന വികാരം ഇടത്തെ ഭാഗത്ത് തലച്ചോറിൽ ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് സ്കൂളിൽ കുട്ടികൾ തല്ലുകൂടുന്നതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ വാപ്പക്ക് വിളിക്കുന്നതാ. ഒരു കുട്ടി മറ്റൊരു കുട്ടിനെ അന്റെ വാപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രിൻസിപ്പാൾ ഉണ്ടോ, എച്ച് എം ഉണ്ടോ, മാഷന്മാരുണ്ടോ എന്ന് ഈ കുട്ടികൾ നോക്കൂല. ചാടി എഴുന്നേറ്റിട്ട് വാപ്പക്ക് വിളിച്ച അടിന് കൊടുക്കും. ഇതെന്താ വിഷയം എന്നറിയോ? എന്റെ പരമാധികാരി, എന്നെ നോക്കുന്ന ആള്, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആള് വാപ്പയാണ്. ആ വാപ്പയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. ആരും എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞൊക്കെ ദേഷ്യം വിളിച്ചിട്ട് അത് അത്ര വലിയ ഇളക്കുണ്ടാവൂല. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാലും അത്ര ഇളക്കുണ്ടാവില്ല, ഒരു പ്രശ്നമൊക്കെ ഇളക്കുണ്ടാവും. പക്ഷെ എന്റെ വാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇളക്കം കണ്ടു വരും എല്ലാവരും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, എന്നെ നോക്കേണ്ട, എന്നെ പരിചരിക്കേണ്ട വാപ്പ എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്തു. അത് വല്ലാത്ത ഈഗോ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു ഉമ്മ, ഒരു ഭാര്യ വാപ്പക്കൊരു സാധനം കൊടുക്കുന്നില്ല, മക്കൾ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ കുട്ടികളെ മൈൻഡിൽ ഇങ്ങനെ പോകും, എന്റെ വാപ്പ എന്ന് പറയുന്നത് മയന്ത് വാപ്പയാണ്, ഒന്നിനും പറ്റൂല എന്ന കാഴ്ചപ്പാട് കുട്ടികളിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മോശമായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അഡിക്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടിയെ മോശമായ സ്ഥലത്ത് തൊടുന്നു, ഒരു ആൺകുട്ടിയെ സെക്ഷൽ അബ്യൂസിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ ശ്രമിക്കുമ്പോ ഈ കുട്ടിയെ മാറി നിൽക്കട എന്ന് പ്രചോദിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വാപ്പയാണ്. എന്നെ നോക്കാൻ എന്റെ വാപ്പയുണ്ട്, തൊടണ്ടട എന്നെ, പോട ചെക്ക അവിടുന്ന്, പോട ചെങ്ങായി അവിടുന്ന് എന്ന് ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ ധൈര്യസമേതം തടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്നെ നോക്കാൻ എന്റെ വാപ്പയുണ്ട് എന്ന് പറയുന്ന ആ തലച്ചോറാണ്. അത് ഒരു ഉമ്മ, ഒരു ഭാര്യ വീട്ടിൽ നിന്ന് കെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി സെക്ഷൽ അബ്യൂസിന് അഡിക്റ്റ് ആവും എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര കൃത്യമാണ്. വാപ്പനെ പഠിച്ച, ഉമ്മനെ പഠിച്ച. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. അതുകൊണ്ട് ഈ വാപ്പയുടെ ഈ ഒരു ഈഗോയെ തടസ്സം നിൽക്കുന്ന ഒരു വർത്തമാനവും ഭാര്യ പറയാൻ പാടില്ല, ഉമ്മ പറയാൻ പാടില്ല. പണ്ടത്തെ കാലത്തൊക്കെ പറയാറുണ്ട്, ഉപ്പ ഇങ്ങനെ വരുമ്പോ ഉമ്മ അവിടെ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉപ്പ പോയിട്ട് ആ കുടിച്ച വെള്ളം കീപ്പോട്ട് ഇറക്കുള്ളൂ. അത്രത്തോളൊന്നും വേണ്ടതില്ല, അതൊന്നും ചെയ്യാൻ റസൂലിന്റെ സുന്നത്തുമില്ല. പക്ഷെ ശൂറ കൂടി ആലോചിച്ചിട്ട് കുടുംബം മുന്നോട്ട് പോകുമ്പോ ഒരഭിപ്രായത്തിന് വാപ്പക്കൊരു സ്ഥാനം ഉണ്ട് എങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ മക്കൾ സുഖസുന്ദരമായിട്ട് ധൈര്യവാന്മാരായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ആ കുടുംബം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നുവെച്ചാൽ വാപ്പനെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെങ്കിൽ, അങ്ങനെ ഉമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ വീട്ടിൽ, സമൂഹത്തിലും ഒരു ധൈര്യമുള്ള മക്കളായിട്ട് ഉണ്ടാവുകയില്ല. ഇത് അനുഭവം സാക്ഷ്യമാണ്. നമ്മുടെ നാട്ടില് ഖുർആൻ പറയുന്ന ആ രീതി നമ്മുടെ കുടുംബത്തിൽ പാലിക്കണമാണ്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. അതോടൊപ്പം തന്നെ ഭാര്യയോട് പെരുമാറാൻ പറഞ്ഞത് അവരുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും സ്നേഹം കിട്ടുക എന്നുള്ളതാണ്. അത് ഭർത്താക്കന്മാർ ഉപ്പ എപ്പോഴും ഉമ്മക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇടക്കിടക്ക് അവർ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലേ, എന്നോട് ഇഷ്ടമല്ലല്ലേ. അത് പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. തള്ള പടച്ചപ്പോ തന്നെ അങ്ങനെ ഉണ്ട്, സ്നേഹമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഇഷ്ടമാണ്, നീ ഉണ്ടാക്കിയ കറി ഉണ്ടല്ലോ എന്തൊരു രസമാണ്, യൂട്യൂബിൽ ഉണ്ടാക്കുന്ന കറി ഭയങ്കര രസമാണ്, എന്റെ കറി എന്താണെന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ പറയാൻ പാടില്ല. കാരണം സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് ഭാര്യമാർക്ക്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചിരുന്നു, കൈഫ ഹുബ്ബുക ലീ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയല്ലോ, പെണ്ണുങ്ങളെ പ്രകൃതം എന്താണ് അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കയറ് കൊണ്ടുവരും. കയറ് കൊണ്ടുവന്നിട്ട് പറയും, ഇതൊന്ന് പിരി അഴിക്കാൻ പറയും, ഇതൊന്ന് അഴിക്കാൻ വേണ്ടി പറയും. അപ്പൊ ആയിഷ ബീവി അഴിക്കാൻ നോക്കുമ്പോൾ കിട്ടില്ല, ഉഖ്ദത്തുൽ ഹബ്ൽ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ സ്നേഹം എന്ന് പറയുന്നത്, എന്റെ സ്നേഹം ഇങ്ങനെയാണ്, അഴിക്കാൻ പറ്റാത്ത ടൈറ്റ് ആയിട്ടുള്ള സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. എന്നിട്ട് 12 കാമുകന്മാര് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രവാചകനാണ് പറയുന്നത് കേട്ടോ.
12 കാമുകന്മാരുടെ ചരിത്രം എടുത്ത് പറഞ്ഞിട്ട് പറയാണ്, ഈ കാമുകന് ഈ കാമുകിയോടുള്ള സ്നേഹം ഉണ്ടല്ലോ, 2-3 വരികൾ പറയും, അതിനേക്കാളും സ്നേഹം. ഈ കാമുകന് ഈ കാമുകിയോടുള്ള സ്നേഹമുണ്ടല്ലോ, അതിനേക്കാളും സ്നേഹം. എന്നിട്ട് അബൂ മഹ്ദർ എന്ന് പറയുന്ന അവസാനത്തെ കാമുകന്റെ പേരും പറഞ്ഞിട്ട്, ആ കാമുകന്മാരെക്കാളും നിന്നോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറയും. ആയിഷ ബീവി തൃപ്തിയായി. ഇതാണ് സ്നേഹപ്രകടനം. കാരണം സ്ത്രീകളുടെ ആവശ്യം അങ്ങനെയാണ്. അതിനനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരെ ചോദ്യം നിർത്തുന്നില്ല. ചരിത്രത്തെ പിന്നീട് പറയുന്നുണ്ട്, ആയിഷ ബീവി ഇടക്ക് കാണുമ്പോൾ പറയും, ആ കയറിപ്പ് എങ്ങനെ ലൂസ് ഉണ്ടോ ടൈറ്റ് ഉണ്ടോ? ആയിഷ ബീവി പിന്നെയും ചോദിക്കുന്ന പറയണത്, ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ ചോദിക്കാണ്ടിരിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. അൽ ഹബിൽ ഹുവൽ ഹബിൽ, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് ഉള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും. ഇപ്പൊ അഴിഞ്ഞിട്ടുണ്ട്, ഇത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അങ്ങനൊന്നും പറയില്ല. ആ സ്നേഹം കിട്ടുക എന്നുള്ളത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ സുന്നത്ത് പഠിക്കണം, ഈ രീതികൾ നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളത് പഠിപ്പിക്കണം, നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. തറാവീഹ് അറിയുന്നത് പോലെ, തസ്ബീഹ് അറിയുന്നത് പോലെ അറിയാൻ ശ്രമിക്കുന്നത് പോലെ, ഹജ്ജ് അറിയാൻ ശ്രമിക്കുന്നത് പോലെ, സക്കാത്തിന്റെ നിയമങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് പോലെ, കുടുംബ ജീവിതത്തിന്റെ നിയമങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം പലപ്പോഴും അറിയാണ്ട് ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കാതെ മാമൂലുകളെയാണ് നമ്മൾ പിൻപറ്റുന്നത്. യാക്കൂബ് നബി ആവട്ടെ, യൂസുഫ് നബി ആവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ഇതൊക്കെ ഇബാദത്തായിട്ട് കണ്ടതുകൊണ്ട് ഏറ്റവും സുഖസുന്ദരമായിട്ട് അവര് കുടുംബത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുടുംബമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാവും. നൂഹ് നബിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടാവും, അത് ഖദറുകളാണ്. നൂഹ് നബിക്ക് ഭാര്യ അങ്ങനെ ഉണ്ടാവും, ഖദറുകളാണ്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി, അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കേണ്ടത് വരും. അത് അള്ളാഹു നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ചില പരീക്ഷണങ്ങൾ അള്ളാഹു ഉണ്ടാക്കി, അത് വേറൊരു വിഷയമാണ്. അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ഇങ്ങനെ ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കുടുംബത്തെ കുറിച്ച് പഠിക്കുക. യൂസുഫിന് ഇവിടെ ആ സൂറത്തൊന്നും എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ മക്കൾക്ക് ദീനീ ബോധമുള്ള മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മക്കളായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഈമാനോടുകൂടി പെരുമാറാൻ, ഇബാദത്തോടുകൂടി പെരുമാറാൻ അറിവുകൾ കുറവുണ്ടെങ്കിൽ ആ കുടുംബ മേഖലയിലുള്ള ഫിഖ്ഹുകൾ ധാരാളമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അള്ളാഹു അതിനനുസരിച്ചുള്ള അറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اصلح لنا في ذرياتنا اللهم اصلح لنا في ذرياتنا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.